പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. പൊയ്യയിൽ ശ്രീകുമാര ഗുരുദേവൻ്റെ അല്ലെങ്കിൽ പൊയ്യയിലപ്പച്ചൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് സ്കൂൾ ഓഫ് ലിറ്റേഴ്സും P&S യുവജന സംഘവും ഇപ്രകാരം ഒരു സെമിനാർ നടത്തുന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഇവിടെ ഇതിൻ്റെ ആമുഖ പ്രഭാഷണം നടത്തിയ ഡോക്ടർ PS രാധാകൃഷ്ണൻ സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരു 8 വർഷം മുമ്പ് ഈ യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ വെച്ച് പൊയ്യയിലപ്പച്ചൻ്റെ പാട്ടുകളെയും അതിൻ്റെ ചരിത്രത്തിലെ സവിശേഷതകളെയും കുറിച്ച് ഒരു സെമിനാർ നമ്മൾ നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും പൊയ്യയിലപ്പച്ചൻ്റെ പാട്ടുകളെക്കുറിച്ചും അപ്പച്ചൻ്റെ ദാർശനിക ലോകത്തെക്കുറിച്ചുമുള്ള ഒരു സെമിനാറാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്നത്. ഈ സെമിനാറിൽ വിഷയം അവതരിപ്പിക്കാൻ ക്ഷണിച്ചതിലുള്ള സ്നേഹം കൂടി നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വിഷയം? അടിമ വിഷയം ബ്രാഹ്മണത്തോടുള്ള ചില എതിർ ചോദ്യങ്ങൾ എന്നാണ് ഈ അവതരണത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ടോപ്പിക്ക്, ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ ചില കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഹിന്ദുത്വവാദം വലിയ തോതിൽ വളർച്ച പ്രാപിച്ചിരിക്കുന്ന ഒരു സമകാലീന അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സാമൂഹ്യനീതി, വികസ്വരത തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങൾ നിരന്തരം വെല്ലുവിളിക്കപ്പെടുകയും മനുസ്മൃതിയുടെ ആശയങ്ങളെ വാഴ്ത്തപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണത രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. പക്ഷേ അതേസമയം അതിനെതിരെയുള്ള പല നിലകളിലുള്ള സ്വരങ്ങൾ രാജ്യത്ത് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വിമത സ്വരങ്ങൾ ഉയർന്നു വരുന്നത് വാസ്തവത്തിൽ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അമർത്യ സെൻ ഒരിക്കൽ ഈ താർക്കികരായ ഇന്ത്യക്കാർ, ദ ആർഗ്യുമെൻറ്റേറ്റീവ്സ് ഇന്ത്യൻസ് എന്ന പുസ്തകത്തിൽ സൂചിപ്പിക്കുന്ന പോലെ, ഈ പുരാതന കാലം മുതൽ തന്നെ ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ വിയോജിപ്പുകളുടെ സ്വരങ്ങൾ, വിമത സ്വരങ്ങൾ ഉയർത്തുന്ന ഒരു വലിയ കൾച്ചർ നമ്മുടെ രാജ്യത്തിനുണ്ട്, ഇന്ത്യയിൽ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു വലിയ വിമത സ്വരങ്ങളുടെ ജ്ഞാനപാരമ്പര്യം ഇന്ത്യക്കുണ്ട് എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ അത്തരം ഒരു വലിയ ചരിത്ര പാരമ്പര്യം ഉള്ളത് കൊണ്ടുകൂടിയാണ് ഈ ഹിന്ദുത്വവാദത്തിന് എതിരെയുള്ള, അത് എത്രമാത്രം ശക്തമാകുമ്പോഴും നിലയ്ക്കാത്ത പ്രതിരോധങ്ങൾ, ജ്ഞാനസ്വരങ്ങൾ ഇന്ത്യയിൽ പല നിലകളിൽ, പല ആവിഷ്കാര രൂപങ്ങളിൽ ഉയർന്നു വരുന്നത്. വാസ്തവത്തിൽ ഇങ്ങനെ എന്താണ് ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഈ ഹിന്ദുത്വവാദം ഇന്ത്യയിൽ രൂപപ്പെടാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. ഈ ഹിന്ദു മതത്തിൽ നിന്നും ഹിന്ദുത്വവാദം എന്നത് വ്യത്യസ്തമാണെന്നുള്ള തരത്തിലുള്ള പഠനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും നമുക്കറിയാവുന്നതുമാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രാഹ്മണിസം തന്നെയാണ് ഇപ്പോൾ ഈ ഹിന്ദുത്വവാദമായി നിലനിൽക്കുന്നത്. ഹിന്ദുത്വവാദത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്രാഹ്മണിസം തന്നെയാണ്. എന്താണ് ഈ ബ്രാഹ്മണിസം എന്ന് ചോദിച്ചാൽ, അതായത് അംബേദ്കർ ഒരിക്കൽ പറയുന്നുണ്ട്, എന്താണ് ബ്രാഹ്മണിസം? അംബേദ്കർ പറയുന്നത് ഇങ്ങനെയാണ്: ബ്രാഹ്മണിസം എന്ന് ഞാൻ അർത്ഥമാക്കുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയുടെ നിഷേധത്തെയാണ്. എല്ലാ ജാതികളും, ബ്രാഹ്മണർ മാത്രമല്ല, അല്ലെങ്കിൽ വ്യത്യസ്ത ജാതികൾ മാത്രമല്ല, എല്ലാ ജാതികളും അത് കൊണ്ടുവരുന്നുണ്ട്. അംബേദ്കർ പറയുന്ന, എന്നാൽ അത് കൊണ്ടുവന്നത് ബ്രാഹ്മണരാണ്. അത് അംബേദ്കർ അടിവരയിട്ട് പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ ബ്രാഹ്മണിസം എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ഈ ഹിന്ദുത്വവാദത്തിൻ്റെ അടിത്തറ. ഈ ബ്രാഹ്മണിസം എന്ന് പറയുമ്പം
അത് രൂപം കൊള്ളുന്നത് ചുമ്മാ അങ്ങ് രൂപം കൊള്ളുന്ന ഒരു രാഷ്ട്രീയ ബോധത്തിൽ നിന്നല്ല. അത് വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും സ്മൃതികളുടെയും ഒക്കെ ഒരു വലിയ ചിന്താമണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് ഇത് അടിയുറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ കാണുന്ന ഒരു സവിശേഷമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടിയാണത് പറഞ്ഞത്. ഇങ്ങനെ ബ്രാഹ്മണിസത്തിനെതിരെ പല നിലയിലുള്ള ജ്ഞാനധാരകൾ, അന്വേഷണങ്ങൾ, പ്രതിരോധങ്ങൾ പുരാതന കാലഘട്ടം മുതലേ ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. അത് BC 5-ാം നൂറ്റാണ്ട് മുമ്പോ അല്ല നൂറ്റാണ്ട് മുതലോ ചിലപ്പോൾ അതിന് മുമ്പ് തൊട്ടോ ഒക്കെ ഇന്ത്യയാകെ നിലനിൽക്കുന്ന രൂപം കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ വിമത സ്വരങ്ങൾ അല്ലെങ്കിൽ ജ്ഞാനാന്വേഷണങ്ങളൊക്കെ ഈ വേദത്തെ കേന്ദ്രമാക്കി ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ബ്രാഹ്മണസത്തിനെതിരായിട്ട് രൂപം കൊള്ളുന്നുണ്ട്. അപ്പം ഇങ്ങനെ രൂപം കൊള്ളുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും ഒന്നെങ്കിൽ ആയുധം കൊണ്ടോ മറ്റു രീതിയിലോ കൊണ്ടില്ലാതാക്കുക, അല്ലെങ്കിൽ അതിനെ സാംശീകരിച്ച് കീഴടക്കുക. ഇത് ബ്രാഹ്മണത്വത്തിൻ്റെ ഒരു പൊതു സ്വഭാവമായി അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൻ്റെ ഒരു പൊതു സ്വഭാവമായി നമുക്ക് കാണാവുന്നതാണ്. ബുദ്ധിസത്തെ പോലും ഒരു ഘട്ടത്തിൽ ഹിന്ദുമതത്തിൻ്റെ ഭാഗമായി ഉൾച്ചേർത്തെടുക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സൈദ്ധാന്തിക ബലം കൊണ്ട് ആണ് അത് അതിന് മറികടക്കാനായിട്ട് കഴിയുന്നത്. അപ്പം ഇന്നും ചെയ്യുന്നത് ഇങ്ങനെ ഇതിനെതിരെ ഉയർന്നു വരുന്ന ജ്ഞാനധാരകളെയും മുന്നേറ്റങ്ങളെയും ഒക്കെ ഒന്നെങ്കിൽ സാംശീകരിച്ചോ അല്ലാതെയൊക്കെ കീഴ്പ്പെടുത്തുന്ന ഒരു പ്രവണത നിലനിൽക്കുന്നുണ്ട്. അത് ഇന്ത്യയിലെ കീഴാള പക്ഷത്ത് നിന്ന് ഉയർന്നു വരുന്ന ഇന്ത്യയുടെ കീഴാള പക്ഷത്ത് നിന്നോ ദലിത് പക്ഷത്തു നിന്നോ ഒക്കെ ഉയർന്നു വരുന്ന ആധ്യാത്മിക ആത്മീയ സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങളെയൊക്കെ അവ അങ്ങനെ ഉൾച്ചേർക്കുന്നതിൻ്റെതായ ഒട്ടേറെ ഉദാഹരണങ്ങളും പഠനങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോഴും അത്തരം രീതിയിലുള്ള കാര്യങ്ങൾ രാജ്യത്ത് നടക്കുന്നുമുണ്ട്. അപ്പം ദലിത് ആദിവാസി വിഭാഗങ്ങളുടെയൊക്കെ പരമ്പരാഗത ആത്മീയ വിശ്വാസങ്ങളെ ഹിന്ദുത്വത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ചേർത്തെടുക്കുന്നുണ്ട്. റൂമിൽ അത് ഒരിക്കലും എഴുതുന്നുണ്ട്. ഹിന്ദുമതം എന്ന് പറയുന്നത് തന്നെയുണ്ട് 200 വർഷത്തെ ഒരു ആശയലോകം മാത്രമാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഉള്ള എല്ലാ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളെയും അല്ലെങ്കിൽ അതിന് പുറത്ത് നിന്ന ബ്രാഹ്മണ മതത്തിന് പുറത്ത് നിന്ന ഭാഗങ്ങളെയൊക്കെ അതിലേക്ക് ഉൾച്ചേർത്തെടുത്തിരിക്കുന്ന ഒരു പ്രക്രിയ മിഷണറി പ്രവർത്തനങ്ങൾ സമാനമായി ഉണ്ടാകുകയും അത് ഇന്ത്യയിൽ ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് അവർ എഴുതുന്നുണ്ട്. അപ്പം പറഞ്ഞു വന്ന ഇതാണ്, ഇങ്ങനെ ഉണ്ടായ പ്രസ്ഥാനങ്ങളെ അതിലേക്ക് സാംശീകരിച്ച് എടുക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. ഇതിൽ തുടർച്ചയായിട്ട് മൂന്നാമത്തെ ഒരു കാര്യമായി സൂചിപ്പിക്കാനുള്ളത് പ്രത്യക്ഷരക്ഷാ ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ നവോത്ഥാന കാലഘട്ടത്ത് ദലിത് വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വിമോചന ആത്മീയ സാമൂഹ്യ പ്രസ്ഥാനമാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ. അതിൻ്റെ ഒരു സ്വഭാവം വേദങ്ങളുടെ പ്രാമാണികത്തെയും അത് നിരാകരിക്കുന്നുണ്ട്. പാശ്ചാത്യ ദൈവശാസ്ത്ര സങ്കല്പങ്ങളോടും അതിന് വിയോജിപ്പുണ്ട്, അതിനെ നിരാകരിക്കുന്നുണ്ട്. പകരം ദലിതരുടെ ചരിത്രത്തിലും പാരമ്പര്യത്തിലും വേര് നിൽക്കുന്ന ഒരാധ്യാത്മിക ചിന്തയും ജാതിരഹിത ജീവിതവുമാണ് അത് നിർമ്മിച്ചത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതിൻ്റെ തത്വചിന്തയാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭാ സ്ഥാപകനായ പൊയ്യയിൽ അപ്പച്ചൻ തൻ്റെ ശരീരകാലത്ത് 1905 മുതലെയുള്ള കാലങ്ങളിലായിട്ടും 1909 പൂർണ്ണമായി വലിയ ബഹുജന കമ്പനിയായിട്ട് ബഹുജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് അടിമ വിഷയമെന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ അപ്പച്ചൻ്റെ പ്രവർത്തനങ്ങളെയും അടിമ വിഷയത്തെയും ഇന്ത്യയിലെ
ബ്രാഹ്മണസത്തോട് അതെങ്ങനെയാണ് കലഹപ്പെട്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ ഇപ്പോൾ വായിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പഠനത്തിനെടുക്കുന്നത് അതിന് രാഷ്ട്രീയവും സാംസ്കാരികവുമായ അക്കാഡമികമായ ഒരു പ്രാധാന്യമുണ്ട് എന്ന് കണക്കാക്കിയത് കൊണ്ടാണ് നമ്മൾ ബ്രാഹ്മണിസത്തിനെതിരെയുള്ള എതിർചോദ്യങ്ങൾ എന്ന നിലയിൽ അപ്പച്ചൻ്റെ അടിമ വിഷയത്തെ ഇന്നത്തെ കാലത്ത് വായിക്കേണ്ടത് നമ്മുടെ ഒരു ജനാധിപത്യ വിശ്വാസികളുടെ അല്ലെങ്കിൽ ശരിയായ ഒരു അക്കാഡമിക് പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന ഒരു ബോധ്യത്തിലാണ് ഈ ടോപ്പിക്ക് നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്തത്. കാരണം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ ബ്രാഹ്മണസത്തിനോ അല്ലെങ്കിൽ ഹിന്ദുത്വത്തിനോ ഒക്കെ എതിരായി ഉയർന്നു വരുന്ന വ്യത്യസ്ത ധാരകളെയെല്ലാം സാംശീകരിച്ചോ അല്ലാതെയോ ഇല്ലാതാക്കുന്ന ശ്രമങ്ങൾ ഒരു രീതി, അതിൻ്റെ ഒരു വലിയ സമ്മർദ്ദം പ്രത്യക്ഷ രക്ഷാ ദൈവസഭയ്ക്കാണെങ്കിലും അതിൻ്റെ ആശയലോകത്തിനാണെങ്കിലും ഉണ്ടാകുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പം അതിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കി പ്രതിരോധിക്കേണ്ട ബാധ്യത, ധാർമ്മികമായ ഉത്തരവാദിത്വം ഒരു ജനാധിപത്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എല്ലാവരുടെയുമാണ് എന്നുകൂടെയുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൻ്റെ ചർച്ചയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയെ സംബന്ധിച്ച് പലതരത്തിലുള്ള പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 90കളിലാണ് അത്തരം പ്രത്യക്ഷ രക്ഷാ ദൈവസഭയെപ്പറ്റി പലതരത്തിലുള്ള പഠനങ്ങൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ പഴയ രീതിയിലുള്ള പഠന സമ്പ്രദായങ്ങളിൽ നിന്ന് മാറി 90കളോടുകൂടി പുതിയ രീതിയിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയെ പരിശോധിക്കുന്ന തരത്തിലുള്ള പഠനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വാസ്തവത്തിൽ വി സ്വാമി, അതേപോലെ കെ ബാബുരാജ്, കൊച്ചേട്ടൻ, അജയ് സാറ്, PS രാധാകൃഷ്ണൻ സാറിൻ്റെയൊക്കെ പഠനങ്ങൾ ആ നിലയിൽ വലിയ സംഭാവനകൾ നൽകിയ ഒരു പഠനമാണ്. ഇങ്ങനെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയെ പല രീതിയിലും പഠിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ സാമൂഹ്യ ഇടപെടലുകളെയാണ് ഏറ്റവും പ്രധാനമായി പരിശോധനയ്ക്ക് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സാമൂഹ്യ ഇടപെടലുകളെയാണ് പലപ്പോഴും അതിന് പരിശോധനയ്ക്ക് കൂടുതലും എടുത്തിട്ടുള്ളത്. അതേസമയം അതിൻ്റെ കവിതയുമൊക്കെ ഇപ്പോൾ ഒരു സാഹിത്യപരമായ പരിശോധനയുടെ ഭാഗത്തേക്കും വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പൊയ്യേലപ്പച്ചൻ്റെ ദാർശനികമായ ലോകത്തെ, അത് അവതരിപ്പിച്ച അടിമ വിഷയത്തെ ഒരു ആത്മീയ ചിന്തയെന്നോ ദർശനമെന്നോ എന്ന നിലയിൽ പഠിക്കപ്പെടുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല. അതങ്ങനെ ഉണ്ടാകാതെ വന്നതിൻ്റെ ഒരു കാര്യം, അതിന് പറ്റുന്നൊരു വിശകലന സമ്പ്രദായം അല്ലെങ്കിൽ അത്തരം രീതിയിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന നിലയിലുള്ള ഒരു കാഴ്ചപ്പാട് ഒരു പരിധിവരെ വികസിച്ച് വരാത്തത് കൊണ്ടുകൂടിയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പൊയ്യേലപ്പച്ചനെ അല്ലെ ശ്രീകുമാര ഗുരുദേവനെ ദൈവമായി വിശ്വസിക്കുന്ന മനുഷ്യർ നിലനിൽക്കുന്നു. ഈ ദൈവമായി വിശ്വസിക്കുന്നത് തന്നെ എന്തോ കുഴപ്പം പിടിച്ചൊരു കാര്യമാണ്, അല്ലെങ്കിൽ അത് അതിനോളം വലിയ അന്ധവിശ്വാസമില്ല എന്ന നിലയിൽ അത്തരം ഭാഗങ്ങളെ മുഴുവൻ ഒഴിവാക്കപ്പെടുകയാണ് അത്തരം പഠനങ്ങൾക്കകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ ചരിത്ര പഠന രംഗത്തും സാമൂഹ്യശാസ്ത്ര പഠന രംഗത്തും നമ്മൾ പരിശോധിക്കാതെ പോകുന്ന വിശ്വാസരൂപീകരണ പ്രക്രിയകളുടെയും ദൈവശാസ്ത്ര സംവാദങ്ങളുടെയും ഒക്കെ ഒരു ലോകത്തെ വിസ്മരിച്ചു പോകുന്ന ഒരു കാഴ്ചപ്പാടാണ്. അപ്പം ഇത്തരം കാലഹരണപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ പരിശോധിക്കാവുന്ന തരത്തിലുള്ള ഒരു ചരിത്രരചന അന്വേഷണങ്ങളിലേക്കോ നമ്മൾ മാറുന്നില്ല. ഫലത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ കാലഹരണപ്പെട്ട ചരിത്ര വീക്ഷണങ്ങളുടെ അളവുകോലുകൾ വെച്ച് P.R.Dishന്റെ ചരിത്രം ഇങ്ങനെ അളന്നു നോക്കുമ്പോൾ അതിൻ്റെ ദൈവശാസ്ത്ര സംവാദ മണ്ഡലം ഉൾപ്പെടാതെ വരും. അങ്ങനെ ഇതിൽ നിന്ന് ഈ P.R.Dish പഠനത്തിനകത്തു നിന്ന് അല്ലെങ്കിൽ കേരളത്തിലെ ദലിത് നവോത്ഥാന പഠനത്തിനകത്തു നിന്ന് ഒഴിവായപ്പെട്ടു പോകുന്ന ഒരു ഭാഗമാണ് പൊയ്യേലപ്പച്ചൻ്റെ അടിമ വിഷയം. ഈ അടിമ വിഷയം ഒഴിവാക്കപ്പെട്ടു പോവുകയും നമ്മൾ വിസ്മരിക്കപ്പെട്ടു പോവുകയും ചെയ്യുന്നത് കൂടി സംഭവിക്കുന്നത് എന്താണ്? അതിൻ്റെ ദാർശനികമായ വിയോജിപ്പുകൾ അല്ലെങ്കിൽ ഹിന്ദുത്വമടക്കമുള്ള
അതീശ ജ്ഞാന വ്യവഹാരങ്ങളോടുള്ള അതിൻ്റെ വിയോജിപ്പുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയാതെ വരികയും അറിഞ്ഞോ അറിയാതെയൊക്കെ ഇത് ഹിന്ദുത്വവാദത്തിനൊക്കെ സഹായകരമായ ഒരു കാര്യമായിട്ട് തീരുകയും ചെയ്യും. അതായത് ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഈ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യവും ഇതിൻ്റെ അക്കാഡമിക് പ്രാധാന്യവും പരിഗണിച്ച് അടിമ വിഷയത്തെ കേന്ദ്രമാക്കി ഒരു ഉള്ള ഒരു അവതരണമാണ് വേണ്ടതെന്നുള്ള ഒരു വിഷയം ഇവിടെ തിരഞ്ഞെടുത്തത്. അടിമ വിഷയത്തെ സംബന്ധിച്ച് അതിന് ഒട്ടേറെ മേഖലകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു ജ്ഞാനധാരയാണ് അടിമ വിഷയം എന്ന അപ്പച്ചൻ്റെ ടോപ്പിക്. അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കൊന്നും ആഴങ്ങളിലേക്കും ഇവിടെ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണമെങ്കിൽ അത് ഇപ്പോൾ അസാധ്യവുമാണ്. പകരം ഈ ബ്രാഹ്മണ ചിന്തയെ എങ്ങനെയാണ് അപ്പച്ചൻ്റെ അടിമ വിഷയം നിരാകരിക്കുന്നത് എന്ന് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഈ അവതരണത്തിൽ ഞാൻ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. ഈ അവതരണത്തിൻ്റെ ഭാഗമായിട്ട് 5 കാര്യങ്ങളെയാണ് ഇതിലെ പരിശോധനയ്ക്ക് എടുക്കുന്നത്. ഒന്ന്, ഇതിനകത്ത് ബ്രാഹ്മണ ചിന്തയും അബ്രാഹ്മണ ജ്ഞാന പാരമ്പര്യങ്ങളും, പിന്നെ അടിമ വിഷയത്തിൻ്റെ ഒരു ചരിത്ര സന്ദർഭം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയും അടിമ വിഷയവും, അടിമ വിഷയത്തിൻ്റെ ചില വിഷയമേഖലകൾ, അടിമ വിഷയ സിദ്ധാന്തം അത് എങ്ങനെയാണ് ബ്രാഹ്മണ ചിന്തയോടുള്ള എതിർ ചോദ്യങ്ങൾ ആയി നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു 5 ചെറിയ കാര്യങ്ങൾ മാത്രം ആണ് ഈ അവതരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഏറ്റവും ചെറിയ സമയത്തിനുള്ളിൽ അതിൻ്റെ പോയിൻറ്റ്സുകൾ അവതരിപ്പിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ഇന്ത്യൻ തത്വചിന്തയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പുരാതന കാലഘട്ടം മുതൽ 2 തത്വചിന്താധാരകൾ ഇന്ത്യയിൽ പ്രബലമായി നിൽക്കുന്നുവെന്നാണ് നമുക്ക് കാണാം. സാധാരണ തത്വചിന്ത പണ്ഡിതന്മാർ അതിനെ ആത്മീയവാദമെന്നും ഭൗതികവാദമെന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അത് ദേവി പ്രസാദ് ചതപതിയായാലും ശരി, കേദാമോദരൻ വരെയുള്ളവരെല്ലാം ഈ ഒരു നിലയിലാണ് ഈ തത്വചിന്തയുടെ ഇന്ത്യൻ തത്വചിന്താ പാരമ്പര്യത്തെ ആത്മീയവാദമെന്നും ഭൗതികവാദം എന്ന നിലയിലാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. ഈ ആത്മീയവാദം എന്ന് പറയുന്ന സ്കൂളിനകത്ത് വാസ്തവത്തിൽ ഉൾപ്പെടുന്നത് എന്താണ്? അതിനകത്ത് ഉൾപ്പെടുന്നത് വേദത്തെ അടിസ്ഥാന പ്രമാണങ്ങളായി സ്വീകരിച്ചുകൊണ്ട് ആ സ്കൂളിൽ പെടുന്ന വിവിധതരം ജ്ഞാനപദ്ധതികളെ, അത് ചിലപ്പം സംഖ്യ പോലുള്ള സങ്കല്പങ്ങളാണ്, അല്ലെങ്കിൽ വേദാന്തമാണ്, ഇങ്ങനെ അതിൻ്റെ അനവധി കൈവഴികളാണ്. ഇങ്ങനെയുള്ള സ്കൂളുകളെയൊക്കെ ആയിട്ടാണ് ഇവർ ഈ ആത്മീയ പാരമ്പര്യമെന്ന് കണക്കാക്കുന്നത്. എന്നാൽ അതിനെതിരെ വ്യത്യസ്തമായുള്ള ഒരു തത്വചിന്താ പാരമ്പര്യത്തെ ഭൗതികവാദം എന്നാണ് ഇവർ കണക്കാക്കുന്നതെങ്കിലും അതിനകത്ത് ഉൾപ്പെടുന്നത് ബുദ്ധിസം, ജൈനം, ചാർവാകം എന്നിങ്ങനെയുള്ള തരത്തിലുള്ള ഒരു ചിന്താ പദ്ധതികളായിട്ട് ആണ് ഇത് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നമ്മൾ ഇങ്ങനെ ഈ ആത്മീയ ചിന്താ പദ്ധതികളായിട്ട് കണക്കാക്കുന്ന ഇന്ത്യൻ തത്വചിന്താ സ്കൂളിനകത്ത് വരുന്നത് വേദത്തെ നിരാകരിക്കാത്ത, അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് വരുന്ന, അല്ലെങ്കിൽ സ്മൃതികളുടെയോ വ്യാഖ്യാനങ്ങളുടെയോ ഒക്കെ വരുന്ന, അടിസ്ഥാനപരമായിട്ട് വേദങ്ങളുടെ പ്രാമാണിത്വത്തെ അംഗീകരിക്കുകയോ അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്കോ ഒക്കെ വരുന്ന വലിയ സ്കൂളുകളെയാണ് അങ്ങനെ നമ്മൾ കണക്കാക്കുന്നത്. വാസ്തവത്തിൽ സ്കൂളെന്ന് പറയുന്നത് എന്താണ്? ബ്രാഹ്മണിക് സ്കൂളാണ്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. 2 കാണുന്നത്, ഈ ഭൗതികവാദപരമെന്ന് നമ്മുടെ പണ്ഡിതന്മാർ പൊതുവെ വിശേഷിപ്പിക്കുന്ന ഈ സ്കൂളിനകത്ത് വരുന്നത് ബുദ്ധൻ, ജൈനൻ, ചാർവാകൻ, ഇങ്ങനെയുള്ള അത്ര അനേക സ്കൂളുകളുണ്ട്. അതിൻ്റെ എല്ലാം പേരുകളിലേക്ക് ഞാൻ കിടക്കുന്നത്. അപ്പോൾ അത്തരം സ്കൂളുകളാണ് വരുന്നത്. ഇവരുടെ പ്രത്യേകത എന്താണ്? മൗലികമായിട്ടും വേദങ്ങളെ നിരാകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വേദങ്ങളടക്കമുള്ള ബ്രാഹ്മണ കേന്ദ്രീകൃതമായ ഈ ചിന്തയെ
നിരാകരിക്കുന്ന പ്രക്രിയയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഏതാണ്ട് ഇന്ത്യയിൽ രണ്ട് മതവിഭാഗങ്ങളെ പുരാതന കാലഘട്ടത്തുണ്ട് എന്ന് ഈ പറയപ്പെടുന്നത്. റൊമില ദപ്പറൊക്കെ ആ ഒരു വാദമാണ് ഉന്നയിക്കുന്നത്. അതായത് അൽബുർണി അടക്കമുള്ള വിദേശ സഞ്ചാരികൾ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ അവർ രേഖപ്പെടുത്തുന്ന രേഖകൾ അടക്കമുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് പറയുന്നത് ബ്രാഹ്മണ മതമെന്നും ശ്രമണ മതമെന്നും രണ്ട് പാരമ്പര്യങ്ങളെ ഇന്ത്യയിൽ കാണുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഹിന്ദുമതം എന്ന് പറയുന്നതിന് കാര്യം ഇല്ല. അപ്പം ഈ ബ്രാഹ്മണ മതമെന്നും ഈ ശ്രമണ മതം എന്ന് പറയുന്ന രണ്ട് പാരമ്പര്യങ്ങളാണ് ഇന്ത്യയിൽ നിലനിന്നത് എന്നാണ് പറയുന്നത്. ഈ ശ്രമണ പാരമ്പര്യങ്ങളുടെ ധാരകൾക്കകത്ത് ഒരു സവിശേഷതകളിലൊന്ന് അത് ജാതിയെ നിരാകരിക്കുകയും ബ്രാഹ്മണൻ്റെ മേധാവിത്വത്തെയും അല്ലെങ്കിൽ ഈ വർണ്ണവ്യവസ്ഥ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ അത് നിഷേധിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് ഈ കാസ്റ്റിനെയും വർണ്ണവ്യവസ്ഥയെയും നിരാകരിക്കുന്നത്. ഇന്ത്യൻ പാരമ്പര്യത്തിൽ തുടർന്ന് ഇങ്ങോട്ട് എല്ലാ ഘട്ടങ്ങളിലുമുള്ള പ്രതിസ്വരങ്ങൾക്കകത്ത് അല്ലെങ്കിൽ ഈ ജ്ഞാനധാരകൾ ഇങ്ങനെ വർക്ക് ചെയ്തു പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഇത് ഗെയിലോമതിനെ പോലെയുള്ളവരൊക്കെ ഈ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുക. അപ്പം ഈ രണ്ട് ജ്ഞാനധാരകൾ ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചത് ഈ ബ്രാഹ്മണ ജ്ഞാനധാരകളെന്നോ അല്ലെ അബ്രാഹ്മണ ജ്ഞാനധാരകളോ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആത്മീയ ഭൗതികമെന്നോ വിട്ടിട്ട് ബ്രാഹ്മണ ജ്ഞാനധാരകളെന്നോ അബ്രാഹ്മണ ജ്ഞാനധാരകളെന്നോ നമ്മൾ വർഗീകരിക്കാവുന്ന ഈ രണ്ട് ധാരകൾ വെറും സിദ്ധാന്തങ്ങൾ മാത്രമായിരുന്നില്ല. ഇതാണ് പ്രശ്നം. അവ സിദ്ധാന്തങ്ങളും തത്വചിന്തകളും മാത്രമാണ്. ഏതെങ്കിലും കാട്ടിലിരുന്ന് ആലോചിക്കുന്ന പ്രത്യേക തത്വചിന്ത മാത്രമൊന്നുമല്ലത്. പകരം എന്താ, അതിന് രാഷ്ട്രീയവും സാമൂഹ്യവുമായ വലിയ ഈ പശ്ചാത്തലം ഉള്ള ഒരു വലിയ ലോകമാണ്. അപ്പം അംബേദ്കറൊക്കെ എഴുതുന്നത് ഇന്ത്യയുടെ പുരാതന ചരിത്രം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയുടെ പുരാതന ചരിത്രത്തെ പറ്റി അംബേദ്കർ പറയുന്നുണ്ട്, ബുദ്ധഭാരതവും ബ്രാഹ്മണ ഭാരതവും ആണ് ശരിക്കും ഇത് തിരിക്കേണ്ടത്. എങ്കിൽ ഇങ്ങനെയുള്ള രീതിയിലാണിത് കാണുന്നത്. അതുപോലെ തന്നെ ഈ മതങ്ങളുടെ ഈ വിപ്ലവവും പ്രതിവിപ്ലവവും ഇന്ത്യയിൽ നിന്നുള്ള പുസ്തകത്തിനകത്തൊക്കെ എങ്ങനെയാണ് ഈ ബ്രാഹ്മണ ചിന്തയ്ക്കെതിരായിട്ടുള്ള വിപ്ലവത്തിൻ്റെ സ്വരങ്ങൾ, ജ്ഞാനസ്വരങ്ങൾ ഇതിനകത്ത് ഉയർന്നു വന്നതെന്നൊക്കെ അംബേദ്കറുടെ പഠനങ്ങൾക്കകത്ത് നമുക്ക് കാണാം. ഈ കീഴാള വിഭാഗത്തിൽ നിന്ന് ദലിതരടക്കമുള്ള ആദിവാസികളടക്കമുള്ള കീഴാള വിഭാഗത്തിൽ നിന്ന് വലിയ തോതിലുള്ള മനുഷ്യരുടെ ഒരു ഒഴുക്ക് ഈ അബ്രാഹ്മണമെന്നോ അല്ലെങ്കിൽ ശ്രമണമെന്നോ വിശേഷിപ്പിക്കാവുന്ന തത്വചിന്താ പാരമ്പര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. അംബേദ്കർ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ബുദ്ധമതത്തിലേക്കൊക്കെ വലിയ തോതിലുള്ള ദലിതരുടെ അക്കാലഘട്ടത്തെ പ്രയാണത്തെ അംബേദ്കർ സൂചിപ്പിക്കുന്നുണ്ട്. ഇതേസമയം തന്നെ ഈ ചാർവാകൻ്റെ ഫിലോസഫി പൂർണ്ണമായിട്ടും ശ്രമണത്തിൽ മാത്രമാണോ നിൽക്കുന്നത് എന്ന ചോദ്യം ഈ റുമില ദാപ്പർ ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകത്തിൽ ആ ഒരു സംശയം രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം വെച്ചാൽ അത് ഹിന്ദുയിസത്തിൻ്റെ ഭാഗമല്ല, പക്ഷെങ്കിൽ അത് ഈ ശ്രമണ സ്കൂളിലാണെങ്കിലും ഇത് പൂർണ്ണമായിട്ടും ശ്രമണമല്ല എന്നാണ് ഈ ദേശീയതയും വിമതസ്വരങ്ങളും പോലുള്ള പുസ്തകങ്ങൾക്കകത്ത് അവർ സൂചിപ്പിച്ചു പോകുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ചോളം ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യയിൽ രണ്ട് ജ്ഞാനധാരകളുടെ പാരമ്പര്യം ഇന്ത്യക്കുണ്ട്. ഒരു ബ്രാഹ്മണ ചിന്താപദ്ധതിയും അതിൻ്റെ പാരമ്പര്യങ്ങളുമുണ്ട്, ഒരു അബ്രാഹ്മണ ജ്ഞാന പാരമ്പര്യങ്ങളും ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും. ഇത് ഒരു പുരാതന ഇന്ത്യയുടെ സ്വഭാവമാണ്. ഇതിൻ്റെ ഒരു സ്വാധീനം പിന്നീട് എപ്പോഴും നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും. ഈ പിന്നെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെയൊക്കെ കാലഘട്ടമാകുമ്പോൾ മെഡീവൽ പീരീഡൊക്കെ ആകുമ്പോഴും അന്ന് ഉയർന്നു വരുന്ന ഭക്തി മൂവ്മെൻറ്റിനകത്ത് ഈ ശ്രമണ പാരമ്പര്യങ്ങളുടെ ആശയങ്ങൾ വലിയ തോതിൽ ഉണ്ടാകുന്നെന്ന് ഗെയിൽ മുഹമ്മദൊക്കെ എഴുതുന്നുണ്ട്. അത് നേരെയാണ്, അങ്ങനെ നമുക്ക് കാണാം. അതാണ് മുമ്പ് അജയ് സാറ് സൂചിപ്പിച്ചത്. ഈ പാട്ടുകൾക്കകത്തൊക്കെ ഭക്തി പ്രസ്ഥാനത്തിനകത്തൊക്കെ ഈ ധാര പ്രവർത്തിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലാകുമ്പോൾ പോലും ഈ ദലിത് വിഭാഗങ്ങളിൽ നിന്ന്
വലിയ കീഴാള ജ്ഞാനി സന്യാസിമാർ ഉണ്ടാകുന്നുണ്ട്. ഭക്തിപ്രസ്ഥാനത്തിലുണ്ട്. മുമ്പ് ഞാൻ അംബേദ്കറുടെ റൈറ്റിംഗ് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് അതിന് തൊട്ട് മുമ്പും ഈ വിഭാഗങ്ങളിലുള്ള ഇത്തരം ശമണ പാരമ്പര്യത്തിൻ്റെ മതധാരകളിലേക്ക് കടന്നു പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, അല്ലാതെ ഈ രണ്ട് ധാരകൾ എന്ന് പറയുമ്പം ഞാനത് മെയിനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ തന്നെ ഗോത്ര ജീവിതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സമ്പ്രദായങ്ങൾ, മറ്റ് വ്യത്യസ്ത പ്രാദേശിക മതരൂപങ്ങളൊക്കെ ഇന്ത്യയിൽ നിലനിൽക്കുന്നു. ഞാനിവിടെ പറഞ്ഞു വരുന്നത് ആ ഘട്ടത്തിലും ഈ ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ ഈ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലും ഈ ഒരു വലിയ സ്വാധീനം ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പം ദലിത് മേഖലകളിൽ നിന്ന് ഈ ചൊക്കാമേളയെ പോലുള്ള ഒരു രവിദാസ്, തമിഴ്നാട്ടിൽ നിന്ന് നന്ദനാർ ഒക്കെ ഉയർന്നു വരുന്നത് അവരൊക്കെ ദലിത് മേഖലയിൽ നിന്ന്, അല്ലെങ്കിൽ അയിത്തജാതിക്കാരെന്ന് മുൻ അയിത്തജാതിക്കാരെന്ന് വിശേഷിപ്പിക്കുന്ന സമൂഹ വിഭാഗങ്ങളിൽ നിന്നുള്ള ജ്ഞാനികളായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ബ്രാഹ്മണിസത്തിൻ്റെതായ ഈ ജ്ഞാനസവിശേഷതകളെ ചോദ്യം ചെയ്യുന്നൊരു പാരമ്പര്യം ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. രണ്ട്, ഈ പശ്ചാത്തലം പറയാനുള്ള കാരണം ഈ ഒരു ബ്രാഹ്മണിസത്തിൻ്റെ നിലപാടുകളെ അപ്പുറത്തെ ചേരിയിൽ നിൽക്കുന്ന ജ്ഞാനശാസ്ത്രപരമായ ജ്ഞാനാന്വേഷണ ധാരകളുടെ ഒരു കാറ്റഗറിയിലാണ്, ഒരു ആധ്യാത്മിക കാറ്റഗറിയിലാണ് പൊയ്യേലപ്പച്ചൻ്റെ ചിന്താപദ്ധതികളും വരുന്നതെന്ന് പറയാനാണിത് ഇത്രയും വിശദാംശങ്ങളിലൂടെ അത് നമ്മൾ എടുത്തത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വേദങ്ങളെ ഈയുടെ ആധികാരികതയെ പൊയ്യേലപ്പച്ചൻ അംഗീകരിക്കുന്നില്ല. പ്രത്യക്ഷാരക്ഷാ ദൈവസഭയ്ക്ക് അന്നും ഇന്നും ഒരിക്കലും വേദങ്ങൾ അടിസ്ഥാന പ്രമാണമല്ല. സ്മൃതികളെയോ വേദാന്ത ചിന്തകളെയോ അത് അന്നും ഇന്നും സ്വീകാര്യമല്ല. അതേപോലെ തന്നെ ഈ സ്വർഗം, നരകം, പുണ്യം, കർമ്മം, പാപം, ഇത്തരം സിദ്ധാന്തങ്ങളുണ്ട്. ഇതെല്ലാം ഈ ബുദ്ധിസത്തിനകത്തുനിന്ന് കർമ്മമൊന്നുമില്ലല്ലോ. അപ്പോൾ അതെല്ലാം ഈ ഇന്ത്യൻ ഫിലോസഫിയിലെ ഈ ബ്രാഹ്മണ തത്വചിന്താ സ്കൂളെന്ന് വിശേഷിപ്പിക്കുന്നതിനകത്ത് വരുന്ന കാറ്റഗറിയിലുള്ള വിശ്വാസ സമ്പ്രദായം ഇതൊന്നും പ്രത്യക്ഷാരക്ഷാ ദൈവസഭയ്ക്കകത്ത് പൊയ്യേലപ്പച്ചൻ കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് തന്നെ പൊയ്യേലപ്പച്ചൻ്റെ അടിമവിഷയത്തിന് പൊയ്യേലപ്പച്ചൻ്റെ അടിമവിഷയം എന്ന് പറഞ്ഞ ദർശനം അതുണ്ടാകുന്നത് ഈ ജ്ഞാനധാരയുടെ ക്രമത്തിലോ സ്കൂളിലോ ആണ്. അതിൻ്റെ ആവർത്തനമെന്നോ അതിൻ്റെ വ്യാഖ്യാനങ്ങളോ ഒന്നോ അല്ല പറയുന്നത്, ആ സ്കൂളിലാണ് വരുന്നതെന്ന് മാത്രം പറയാനാണ് ഞാൻ അത്രയും പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് സൂചിപ്പിക്കാം. അപ്പച്ചൻ ഈ സിദ്ധാന്തം അടിമ വിഷയം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്, അവതരിപ്പിക്കുന്നത് ഏതെങ്കിലും ഇതരമായൊരു സ്കൂളിൽ നിന്നല്ല. മുമ്പ് പറഞ്ഞതുപോലെ ബ്രാഹ്മണസത്തിൻ്റെ ഒരു സ്കൂളിൽ നിന്നുമല്ല, മറ്റ് ബ്രാഹ്മണം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ കാറ്റഗറിയുടെ ശ്രേണിയിലാണ് പെടുന്നതെങ്കിലും ഇതിനകത്ത് എടുത്തിരിക്കുന്ന അതിൻ്റെ ചർച്ചാമണ്ഡലവും അതിൻ്റെ വിഷയങ്ങളും ഇതിലേതെങ്കിലും ഒന്നിൻ്റെ അനുബന്ധമായിട്ടല്ല വരുന്നത്. പകരം എന്താ, ദീർഘകാലമായി ചരിത്രപരമായി ഇന്ത്യയിൽ അടിമ അനുഭവിച്ച മനുഷ്യരുടെ അനുഭവങ്ങളെ ദാർശനികമായ ഒരു ലെവലിലേക്ക്, പുതിയ ആംഗിളിലേക്ക് അപ്പച്ചൻ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതൊരു സിദ്ധാന്തമാണെന്ന്, ഇതൊരു ആശയമണ്ഡലമാണ്, ഇതാണ് നാം ഉയർത്തേണ്ടത് എന്ന് നമ്മൾ ഇതിനകത്ത് സൂചിപ്പിക്കുന്നു. ഇത് ഉയർന്നു വന്ന ചരിത്ര സന്ദർഭവും കൂടെ നമുക്ക് ഒന്ന് പരിശോധിച്ച് പോകേണ്ടതുണ്ട്. ഇത് ഉയർന്നു വന്ന ഒരു ചരിത്ര സന്ദർഭം എന്ന് പറയുമ്പം നമുക്കറിയാം, പൊയ്യയിൽ ശ്രീകുമാര ഗുരുദേവൻ്റെ പ്രവർത്തനങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടമാണ്. അയ്യങ്കാളി ശ്രീനാരായണ ഗുരു, പൊയ്യയിൽ ശ്രീകുമാര ഗുരുദേവൻ തുടങ്ങി ഒട്ടേറെ കാര്യക്കാരുടെ വലിയ പ്രവർത്തനങ്ങൾ നടക്കുകയും കേരളത്തെ ജനാധിപത്യ പ്രക്രിയയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളുടെ തുടക്കം ഉള്ളൊരു കാലഘട്ടമാണത്. പക്ഷെ ആ കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ നവോത്ഥാന കാലഘട്ടത്തിൽ ഈ ദൈവശാസ്ത്ര സംബന്ധമായ ഒരു സംവാദത്തിൻ്റെ തലവും കൂടി അതുണ്ട്. നമ്മൾ സ്കൂളിൻ്റെ അല്ലെങ്കിൽ സ്വത്തിൻ്റെ, സമ്പാദ്യത്തിൻ്റെ, അല്ല അധികാരം, സമ്പത്ത്, പദവിയുടെ ഒക്കെ നമ്മൾ പരിശോധിച്ച് പോകുന്നുണ്ട്. ഇതിന് പത്രങ്ങളുടെ ചരിത്രം പരിശോധിക്കണം. അങ്ങനെ നവോത്ഥാനത്തെപ്പറ്റി വലിയ വ്യത്യസ്ത ധാരകളിലുള്ള പഠനങ്ങൾ നമ്മൾ നടത്തി പോകുന്നുണ്ട്. പക്ഷേ എന്ന് മാത്രമല്ല, ആ സ്ഥലത്ത് ഈ മതാത്മകമായ ദൈവശാസ്ത്ര സംബന്ധമായൊരു ചർച്ചയും കൂടെ കേരളത്തിൽ നവോത്ഥാനത്തിൽ ഉണ്ടാകുന്നുണ്ട്.
അപ്പോൾ അതിന് സാമൂഹ്യമായ ബന്ധങ്ങളില്ല എന്നല്ല പറയുന്നത്, സാമൂഹ്യമായ ബന്ധങ്ങളുമായിട്ടൂടെ അത് ചേർന്നാണ് നിൽക്കുന്നത്. ഇപ്പം ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമി, ബ്രഹ്മാനന്ദ ശിവയോഗി, വൈകുണ്ഠസ്വാമി, തൈക്കാട്ട് അയ്യാവ് സ്വാമി തുടങ്ങിയ, അല്ലെങ്കിൽ അങ്ങനെ ഒട്ടേറെ ആ ശ്രേണിയിൽപ്പെടുന്ന ആത്മീയമായ സംവാദങ്ങളുടെയും അന്വേഷണങ്ങളുടെയും വ്യത്യസ്ത അഭിപ്രായങ്ങളുടെയും കൂടെ ലോകം ഉണ്ടാകുന്നുണ്ട്. ഇവർ മാത്രമല്ല, ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ജ്ഞാനസംവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗം അത് ഒത്തിരി സ്കൂളുകളായിട്ട് ഇങ്ങനെ കിടക്കുക, പലതരത്തിലുള്ള മത സംവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ മലബാർ മേഖലയിൽ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിനകത്തും ഈ പ്രക്രിയയുടെ അതേ സമാന്തരമായിട്ട് കേരളത്തിൽ അന്നുണ്ടാകുന്ന മറ്റൊരു കാര്യം എന്താ, 1921 ശേഷം ത്തോടുകൂടി ഉണ്ടാകുന്നത് ഈ ആര്യസമാജത്തിൻ്റെയൊക്കെ വലിയ വരവ് കേരളത്തിലുണ്ടാകുന്നുണ്ട്. ഹിന്ദു മണ്ഡലം രൂപപ്പെടുന്നുണ്ട്. അപ്പം ഇതിനെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ചില ആത്മീയ സംവാദങ്ങൾ കൂടി അപ്പം നടത്തുന്നുണ്ട്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ തർക്കങ്ങൾ ബ്രാഹ്മണസവുമായി ബന്ധപ്പെട്ട് ഉള്ള ജാതിയെ ചോദ്യം ചെയ്തുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നില്ലേ? അതേപോലെ ക്രിസ്തുമത ഛേദനം പോലുള്ള കൃതി ചട്ടമ്പസ്വാമി എഴുതുന്നില്ലേ? അപ്പം ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞോളൂ. ഇങ്ങനെ വളരെ വ്യത്യസ്തമായി ആധ്യാത്മിക സംവാദത്തിൻ്റെയോ അല്ലെങ്കിൽ ദൈവശാസ്ത്ര സംവാദത്തിൻ്റെയോ ഒരു മണ്ഡലം കൂടി നവോത്ഥാനത്തിനുണ്ട്. പക്ഷേ നമ്മുടെ നവോത്ഥാന പഠനങ്ങൾക്കകത്ത് പലപ്പോഴും അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. ഇതുണ്ടാകുന്നൊരു സന്ദർഭത്തിൽ ഇവ പരസ്പരവും സംവാദപ്പെടുന്നുണ്ട്. വ്യത്യസ്ത അഭിപ്രായ ധാരകളുള്ളവരും കൂടെ ഈ പരസ്പരവും ചോദ്യങ്ങൾ ചോദിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്ന ഒരു മണ്ഡലമുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്നൊരു സന്ദർഭത്തിലാണ് പൊയ്യേലപ്പച്ചൻ്റെ പ്രവർത്തനങ്ങളും അടിമ വിഷയവും വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ചരിത്ര സന്ദർഭവുമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചരിത്ര സന്ദർഭത്തിനകത്താണ്, ഈ സംവാദത്തിനകത്താണ് പൊയ്യേലപ്പച്ചനും കടന്നു വരുന്നത്. അപ്പം ആ പൊയ്യേലപ്പച്ചൻ്റെ സംവാദങ്ങൾ ഉണ്ടായി വരുന്നത് ഈ ചിലപ്പോൾ അത് ഗ്രാമങ്ങളിലാകാം, തെരുവോരങ്ങളിലാകാം, കാളച്ചന്തകളിലാവാം, വനാന്തരങ്ങളിൽ രാത്രികളിൽ ഉണ്ടാകുന്ന യോഗങ്ങളാകാം. അങ്ങനെ പലതരത്തിൽ ഈ കേരളത്തിൻ്റെ 19ാം നൂറ്റാണ്ടിലെ ഈ നവോത്ഥാനത്തിൻ്റെ ആത്മീയ സംവാദ മണ്ഡലങ്ങൾക്കകത്ത് വേറൊരു സംവാദ മണ്ഡലവും കൂടെ പൊയ്യേലപ്പച്ചൻ കൊണ്ടുവരിക. ഇതാണ് അടിമ വിഷയം. അത് കേവലം അവയോടെല്ലാം തന്നെ അത് പലപ്പോഴും സംഭാഷണപ്പെട്ടും കൊണ്ടും കൂടിയാണ് പോകുന്നത്. അല്ലാതെ ഒരു അടഞ്ഞ മുറിക്കകത്ത് അടഞ്ഞ വെള്ളത്തിൽ ഒരു മുറിയിൽ ഇരിക്കുന്നത് പോലെ ഏതെങ്കിലും കാട്ടിനകത്തിരുന്ന് മാത്രമായി ഗുഹയ്ക്കകത്തിരുന്നോ പറയുന്ന പോലെ പറയുകയല്ല. നിലവിലുള്ള രാജ്യത്ത് നടക്കുന്ന ഇത്തരം അന്വേഷണങ്ങളും സംവാദങ്ങളുമായി ഇടപെട്ടുകൊണ്ട് തന്നെയാണ് അതിനകത്ത് കിടക്കുക. അതുകൊണ്ട് എന്താ, ആ ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങളെയും, പ്രാദേശികമായി ഉണ്ടാകുന്ന വ്യാഖ്യാനങ്ങളെയും സംഭവങ്ങളെയും അപ്പച്ചൻ്റെ പാട്ടുകൾക്കകത്ത് നമുക്ക് ഇതിനകത്ത് കാണാം. ഇപ്പം 21 ഒക്കെ പാടുമ്പം ഈ ക്രൂരം മുഹമ്മദിയർ എന്നൊക്കെ മുസ്ലിങ്ങളെ വിശേഷിപ്പിക്കുന്ന ഘട്ടത്തിൽ അപ്പച്ചൻ്റെ പാട്ടിനകത്ത് ഇസ്ലാം മതത്തിൽ പോയാൽ ജാതിയില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം കേരളത്തിൽ ഉണ്ടാകുന്ന സംവാദങ്ങളുടെയും തർക്കങ്ങളുടെയും വിതർക്കങ്ങളും അപ്പച്ചൻ്റെ പാട്ടുകൾക്കകത്ത് നമുക്ക് കാണാം. ആ തർക്കങ്ങൾക്കകത്ത് ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം അമ്പലം ഹിന്ദുവൽക്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണല്ലോ പറയുന്നത് ഹിന്ദു മതത്തിന് പുറവഴിയെ എന്ന് ക്രിസ്ത്യൻ അപ്പച്ചൻ റൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പള്ളി ക്രിസ്തു മതത്തിൻ്റെ വലിയ തർക്കങ്ങൾ നടക്കുമ്പോഴാണ് അതിൻ്റെ സിദ്ധാന്തത്തെയും അതിൻ്റെ സാമൂഹിക അനുഭവത്തെയും അപ്പച്ചൻ പറയുന്നൊരു പള്ളി പുള്ളിയൊരു പള്ളി എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തു. അപ്പം ഇങ്ങനെ ഇത്തരം വ്യത്യസ്ത മണ്ഡലങ്ങളെ അത് അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംവാദ മണ്ഡലത്തിനകത്തൂടെയാണ് ഈ പൊയ്യേലപ്പച്ചൻ്റെ ഈ ജ്ഞാനധാരയുടെ ഒരു വശം എന്ന് പറയുന്നത്. പക്ഷേ ഇത് കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? അല്ല. അക്കാലഘട്ടത്ത് കേരളത്തിൽ മാത്രമല്ലല്ലോ ഇതുണ്ടാകുന്നത്. ഇന്ത്യയൊട്ടാകെ ഇത്തരം അനേക മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. അതിനും പല ധാരകളുമുണ്ട്. അതിനും ഒരു കീഴാളധാരയുള്ള ഒരു സ്വഭാവവും നമുക്കതിനകത്ത് കാണാം. ഇപ്പം ദലിത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ അക്കാലഘട്ടത്ത് ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തും ജ്യോതി ബാഫുലെ ആണെങ്കിലും അയോധ്യദാസ് പണ്ഡിറ്റ്, അച്യുതാനന്ദ സ്വാമികൾ, മങ്കോറ,
ഇങ്ങനെ ഇന്ത്യ ഒട്ടാകെ ഇരട്ടമലൈ, ശ്രീനിവാസൻ, ഇങ്ങനെ ഇന്ത്യ ഒട്ടാകെ നൂറുകണക്കിന് ഈ കീഴാളരുടേതായ ആത്മീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും, അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈവിധ്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ അംബേദ്കർ രൂപീകരിക്കുന്ന അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം പിന്നെ നീണ്ടുപോകും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അംബേദ്കർ ഈ കീഴാള അക്കാലത്ത് അയിത്തജാതിക്കാരെന്ന് പറയുന്ന ഭാഗങ്ങളുടെ സംഘടനകളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നുണ്ട്. അതിലൂടെയാണ് നമ്മൾ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ രൂപീകരിക്കപ്പെടുന്നത്. ആ സമ്മേളനത്തിൽ നാഗപ്പൂരിൽ 70,000 പേര് പങ്കെടുത്തിട്ടുള്ളതാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അത്രയും വൈപുല്യത്തിൽ കീഴാളരുടെ പ്രസ്ഥാനങ്ങൾ നിലനിന്നിരുന്നു. ഇത് ഒരു വലിയ സവിശേഷതയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ അംബേദ്കറിൻ്റെ ആയാലും ശരി, അയോധ്യദാസ് പണ്ഡിറ്റ് ആയാലും ശരി, അല്ലെങ്കിൽ വാൽക്കരി പ്രസ്ഥാനങ്ങൾ, അതൊക്കെ അതിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ അന്നേരം ഉണ്ടാകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആര്യന്മാരുടെ വരവ്, അതിന് വരുമ്പോൾ ഇവിടെ ഒരു ദ്രാവിഡ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ആര്യന്മാർ ദ്രാവിഡരെ തോൽപ്പിക്കുകയും എന്ന് പറയുന്ന തദ്ദേശീയരെന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടാകുന്നുണ്ട്. അത് ഏകദേശം മഹാരാഷ്ട്രയിലൊക്കെ അത്രയും ചിന്താഗതികൾ രൂപം കൊള്ളുകയും അത് 1920 ഇന്ത്യ ആകെ അത്തരം ചില ഒരു ഇന്ത്യയിലെ എല്ലാ കീഴാള പ്രസ്ഥാനങ്ങളും ദലിത് പ്രസ്ഥാനങ്ങളും അത്തരം ഒരാശയം എന്ന രീതിയിൽ അതിനെ സ്വീകരിക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ആദി ആന്ധ്ര, ആദി ദ്രാവിഡ, ആദി ഹിന്ദു, ഇങ്ങനെയൊക്കെയുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നത്. ഇപ്പം ഈ മുന്നേറ്റങ്ങൾക്കകം പരിശോധിക്കുമ്പോഴും ജാതിവിരുദ്ധ ഉള്ളടക്കത്തിൻ്റെ ഒരു വലിയ ജ്ഞാനലോകത്തെ സാംശീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിനകത്ത് ഈ ശ്രമണ പാരമ്പര്യങ്ങളുടെ ഒരു, അതായത് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കാലത്തിൽ അവ എങ്ങനെ സ്വാധീനിച്ചോ അതിൻ്റെ മറ്റൊരു രീതിയിലേക്ക് നമുക്ക് ഇതിനകത്തും കാണാനായിട്ട് കഴിയും. കേരളം, ഇന്ത്യയിലെ സ്ഥിതി മാറുമ്പോൾ ഈ ഭക്തിപ്രസ്ഥാനം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് സൂഫിസത്തിൻ്റെ, ഇസ്ലാമിസത്തിൻ്റെയൊക്കെ സ്വാധീനവും അതെ സ്വാധീനിച്ചിട്ടുള്ള എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളും നിലവിലുണ്ട്. അപ്പം ഇത് കാണാം. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ശാക്യ ബുദ്ധ സൊസൈറ്റി രൂപീകരിക്കുന്ന അയോധ്യദാസ് പണ്ഡിറ്റ് ഇന്ത്യയിലെ കീഴാളരുടെ ഒരു വലിയ പാരമ്പര്യമായിട്ട് അതിനെ മാറ്റി വ്യാഖ്യാനിച്ച് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അംബേദ്കർ തന്നെ പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ എഴുതുന്നതിൻ്റെ മൂല്യങ്ങൾ ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് ബുദ്ധനിൽ നിന്നാണ് എന്നല്ലേ പറയുന്നത്. ബുദ്ധനിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്രഭാഷണമുണ്ട്. ഞാനത് ആധുനികമായ ഒന്നുമല്ല, അത് ഞാൻ എടുത്തിരിക്കുന്നത് ബുദ്ധൻ്റെ നിന്നാണ് അതിൻ്റെ കാര്യങ്ങൾ എടുത്തിരിക്കുന്നതെന്നുള്ള പ്രഭാഷണങ്ങളുണ്ട്. ഇന്ത്യക്ക് ഇത് ഈ കോറം തുടങ്ങിയ ഇലക്ഷനൊന്നും അപരിചിതമല്ല എന്നൊക്കെ പറഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന പ്രഭാഷണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇങ്ങനെ കാസ്റ്റിനെതിരെയുള്ള ഒരു ആശയമണ്ഡലം ബ്രാഹ്മണസത്തിന് എതിരെ അത് ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. ഇത്തരം ഒരു രീതി അക്കാലത്ത് വലിയ വ്യാപകമായി കീഴാള പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു സന്ദർഭമാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ ഏത് സന്ദർഭത്തിലാണ് അപ്പച്ചൻ്റെ അടിമ വിഷയത്തെ നാം പരിശോധിക്കേണ്ടത്? ഒരു ഹിസ്റ്ററിയെ പരിശോധിക്കുമ്പോൾ സന്ദർഭവും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ സന്ദർഭം ഞാൻ ഇങ്ങനെ പറയുന്നത്, ദീർഘമായി പോയാലും. ഇത് മാത്രമല്ല ഇതിൻ്റെ സന്ദർഭം. അക്കാലഘട്ടത്ത് ഈ ദേശീയ പ്രസ്ഥാനം കൂടെ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണല്ലോ അത്. അപ്പം ഈ കീഴാള പ്രസ്ഥാനങ്ങൾ, ദലിത് പ്രസ്ഥാനങ്ങൾ എന്ന നിലയിൽ ജാതിവിരുദ്ധ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ദേശീയ പ്രസ്ഥാനത്തോടും ദേശീയ കാഴ്ചപ്പാടുകളോടും അത് വലിയ കലഹങ്ങളോടും തർക്കങ്ങളോടും കൂടി ഉയർത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇന്ത്യയിലൊരു ദേശീയത എന്ന് പറയുന്ന സങ്കല്പം തന്നെ രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? അത് സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയത എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാടിലേക്ക് വരുന്നത്. അങ്ങനെയാണല്ലോ ദേശീയ പ്രസ്ഥാനവും കോൺഗ്രസും ഈ സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയത എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാടിലേക്കാണ്. ഈ സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയയുടെ കാഴ്ചപ്പാടുകൾക്കകത്ത് അതിസൂക്ഷ്മമായോ പ്രത്യക്ഷമായോ ഹിന്ദുത്വത്തിൻ്റെ മൂല്യങ്ങളെ പ്രതിഷ്ഠിച്ചു കൊണ്ടുവരണം. ഇതാണ് അംബേദ്കർ അടക്കമുള്ള കീഴാള പ്രസ്ഥാനങ്ങൾ ഇത് ചലഞ്ച് ചെയ്തിരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. അപ്പം കോൺഗ്രസ് രൂപം കൊള്ളുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു പ്രത്യേക സവിശേഷമായ ഘട്ടത്തിൽ ബാലഗംഗാധര എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ ഈ ഗണേശോത്സവം വരെ ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അതാണ് ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ളവരിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും പക്ഷേ അത് വലിയ ഒത്തുതീർപ്പുകളിലൂടെ സംശീകരിച്ചു കൊണ്ടുപോരാനും ഒക്കെ
ഉള്ള ശ്രമങ്ങളാണല്ലോ ഗാന്ധി അടക്കം നടത്തുന്നതും. പൂർണ്ണമായി മതവാദ ദേശീയതയിലേക്ക് അത് വീണു പോകുന്നുമില്ല, പോകാതെ അതിന് അപ്പം അത്തരം പ്രസ്ഥാനങ്ങളോട് ഈ പ്രസ്ഥാനങ്ങൾ വലിയ കലഹങ്ങൾ ഉണ്ടാക്കുക. എന്തുകൊണ്ടാണ്? ഈ ഹിന്ദുത്വത്തിൻ്റെ മൂല്യമണ്ഡലങ്ങളെയാണ് നിങ്ങൾ പറയുന്നത്. ദലിതരെയോ ആദിവാസികളെയോ സ്ത്രീകളെയോ പോലുള്ള ന്യൂനപക്ഷങ്ങളെ പോലുള്ള നിങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളുന്നില്ല എന്നൊരു പ്രശ്നമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ദേശീയതയെ പറ്റിയുള്ള കെ.എൻ. പണിക്കർ സാറിൻ്റെ ഡോക്ടർ കെ.എൻ. പണിക്കറിൻ്റെ പഠനത്തിനകത്ത് അദ്ദേഹം അത് പറയുന്നുണ്ട്. ഇന്ത്യൻ ദേശീയത ഈ സാമ്രാജ്യവിരുദ്ധ ദേശീയതാവാദത്തിൻ്റെ വലിയ കുഴപ്പങ്ങളായിട്ട് അക്കാലത്തുണ്ടായ വിമർശനങ്ങൾ ആദിവാസികൾ, ദലിതർ, ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ എന്നിവയെ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. മൗനം കൊണ്ടോ ഒക്കെയാണ് ഗാന്ധിയൊക്കെ അത് പരിഗണിക്കാതെ വിട്ടുപോവുകയായിരുന്നു. വളരെ രൂക്ഷമായ ചോദ്യങ്ങളുണ്ടാകുന്നത്. ഈ ഘട്ടത്തിലാണ് മതവാദത്തെ കേന്ദ്രമാക്കുള്ള ദേശീയതാ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നത്. 1905 കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചില മതവാദ ഹിന്ദു മഹാസഭ, പിന്നീട് 24 RSS ഒക്കെ ഉന്നയിക്കുന്നത് ഈ ഹിന്ദുത്വത്തിൻ്റെ ഈ വലിയ സുവർണഭൂതകാലമുണ്ട് ഹിന്ദുവിനൊരു. അത് ശരിക്കും പറഞ്ഞാൽ സുവർണഭൂതകാലം എന്ന സങ്കല്പം ദേശീയവാദ ചരിത്രരചനയുടെ ഒരു സ്വഭാവവും അതേപോലെ തന്നെ ഓറിയന്റലിസത്തിൻ്റെ സ്വഭാവം തന്നെയാണ്. ഇതിനകത്താണ് പറയുന്നത് ഞങ്ങളുണ്ട് എന്ന് പറയുന്നത്. ഇത്തരം ഒരു ഘട്ടത്തിലാണ് ഇന്ത്യക്കൊരു സുവർണഭൂതകാലമല്ല, ഇന്ത്യക്കൊരു അടിമഭൂതകാലമുണ്ട് എന്ന് അപ്പച്ചൻ പറഞ്ഞതെന്നാണ് ഞാൻ പറയുന്നതാണ്. അടിമ വിഷയം പ്രസക്തമായി ഇന്ത്യയിലെ ഹിന്ദുയിസത്തിനും ബ്രാഹ്മണിസത്തിനും എതിരായ ഒരു ചലഞ്ചായി വരുന്നൊരു ഉള്ളടക്കം ഇതിനുണ്ട് എന്ന് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ അങ്ങനെ വരുന്നത് നമുക്ക് അപ്പച്ചൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇങ്ങനെ ആണ് ഈ ഒരു ചരിത്ര സന്ദർഭത്തിലാണ് നമ്മൾ അത് കാണേണ്ടത് എന്ന് മാത്രമാണോ? ഈ ബ്രാഹ്മണ മൂല്യങ്ങളെ നിരാകരിച്ചുകൊണ്ട് പൊയ്യേലപ്പച്ചൻ സ്വാതന്ത്ര്യത്തെയും തുല്യതയും സമാധാനത്തെയും ഉയർത്തിപ്പിടിപ്പിച്ചുകൊണ്ടാണ് അടിമ വിഷയം എന്ന സബ്ജക്റ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അടിമ വിഷയം എന്ന സബ്ജക്റ്റിൽ നിന്നുകൊണ്ടാണ്, അല്ലാതെ യുദ്ധം ഉണ്ടായി മനുഷ്യർ വീഴുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്നല്ല, അടിമ വിഷയം എന്നൊരു സെൻസിൽ നിന്നുകൊണ്ടാണ്, ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് അപ്പച്ചൻ ഈ യുദ്ധത്തെ, അതിൻ്റെ വംശീയതയുടെ പ്രശ്നത്തെ, രാഷ്ട്രങ്ങൾ മനുഷ്യനെ മേൽ കൊല്ലുന്നതിൻ്റെ ഇല്ലായ്മകളുടെയും പ്രശ്നത്തെ അപ്പച്ചൻ ചലഞ്ച് ചെയ്യാനുള്ളൊരു അപ്പച്ചൻ സെൻസ് ഉണ്ടാകുന്നത് അപ്പച്ചൻ തന്നെ നിർമ്മിച്ച അടിമ വിഷയം എന്ന ഒരു ആത്മീയ ദർശനത്തിൻ്റെ ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ ഒരു വിമർശനം അപ്പച്ചൻ ഉയർത്തിക്കൊണ്ട് വരുന്നത് ഇന്ത്യയിലെ ദലിതരുടെ ചരിത്രഭൂതകാലത്തിൻ്റെ അനുഭവങ്ങളെ പുതിയൊരു ആത്മീയ വിശകലനത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇത് പുതിയൊരു ദൈവശാസ്ത്ര സംവാദമായി നമ്മളെ ഇത് മാറുകയാണ് നമുക്കാണ്. പക്ഷേ ഈ ചരിത്ര ഘട്ടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഈ ചരിത്ര സന്ദർഭങ്ങളിൽ നിന്നോ അടർത്തി മാറ്റി പ്രത്യക്ഷരക്ഷ ദൈവസഭയെയും പൊയ്യേലപ്പച്ചൻ്റെ പ്രവർത്തനങ്ങളെയും വായിക്കുന്ന ഒരു പ്രവണതയാണ് പ്രബലരായ അക്കാഡമിഷ്യന്മാരിൽ പോലും കണ്ടുവരുന്നത്. അതുകൊണ്ടെന്താ, പി ആൻഡിസിനെ ക്രിസ്തു മതത്തിൻ്റെ ഹിന്ദു മതത്തിൻ്റെ ഹൈബ്രിഡായിട്ട് ഡോക്ടർ സനൽ മോഹൻ സാറിന് പോലും വായിക്കേണ്ടി വരുന്ന പുസ്തകത്തിനകത്ത് അങ്ങനെ ഒരു പരാമർശമുള്ളത് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. അദ്ദേഹം അതെന്ന് വെച്ചാൽ ആ പുസ്തകം മോശമാണെന്നോ അദ്ദേഹത്തിൻ്റെ ഗവേഷണം മോശമാണെന്നോ അല്ല പറയുന്നത്, ഒരു നിലപാട് ഞാൻ പറഞ്ഞതാണ്. കാരണം വിശകലനത്തിൽ ഏറ്റവും പുതിയ പോസ്റ്റ് മോഡേൺ വിശകലനത്തിന് സാധ്യതകൾ ഉപയോഗിച്ച് ഗംഭീരമായ തയ്യാറാക്കിയ വർക്കുകൾ തന്നെയാണത്. പക്ഷേ ഈ ഏത് ചരിത്ര സന്ദർഭത്തിൽ നിന്ന് അതിനെ വായിക്കുന്നുവോ, കൊളോണിയൽ ആധുനികതയുടെ ഒരു ബൈ പ്രോഡക്റ്റ് എന്ന നിലയിൽ മാത്രമല്ല അപ്പച്ചനെ, അല്ലെങ്കിൽ കൊളോണിയൽ ആധുനികതയുടെ പ്രോഡക്റ്റ് എന്ന നിലയിൽ മാത്രമല്ല നമ്മൾ കാണേണ്ടത്. അപ്പച്ചൻ അടിമ വിഷയം സംസാരിക്കുന്നത് ഇന്ത്യയിലെ ബ്രാഹ്മണ വിരുദ്ധ ജ്ഞാനപാരമ്പര്യത്തിൻ്റെ ചരിത്രാനുഭവങ്ങൾ നിലനിൽക്കുന്നൊരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ്. അത് മാത്രമല്ല, 12-ാം നൂറ്റാണ്ടിലെയും 14-ാം നൂറ്റാണ്ടിലെയും അനുഭവങ്ങൾ അതിനുണ്ട് എന്ന് മാത്രമാണോ? പിന്നീടുണ്ടാകുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തുണ്ടാകുന്ന ജ്ഞാനസംവാദങ്ങളുടെയും സ്ഥലവും പശ്ചാത്തലത്തെയും അവഗണിച്ചുകൊണ്ട് അപ്പച്ചൻ്റെ ഇത് പരിശോധിക്കരുത്, അത് ശരിയായ ചരിത്ര വീക്ഷണമല്ല എന്ന് സൂചിപ്പിക്കാനാണ് ഇത് പറയുമ്പോഴേ എങ്ങനെയാണ് ഈ അടിമ വിഷയം ഇതിൻ്റെ ഒരു ജ്ഞാനധാരയായിട്ട് മാറുന്നത് എന്ന് നമുക്ക് പരിശീലിക്കേണ്ടത്. അപ്പം
ഇത് ഈ ജ്ഞാനതർക്കങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, അക്കാലഘട്ടത്തിൽ ഇന്ത്യ മതസംവാദങ്ങളുടെയും കൂടെ ചരിത്രമാണ് അല്ലേ. അത് ഞാൻ കടക്കുന്നില്ല. വ്യത്യസ്ത മതങ്ങളിലേക്കുള്ള പരിവർത്തനങ്ങളും വരവും പോക്കും തർക്കങ്ങളും പറയുന്നത് ഈ മതങ്ങൾക്കുള്ളിൽ തിരസ്കരിക്കപ്പെട്ടവരെയും നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇത് വലിയ പ്രശ്നമാണ്. മതങ്ങൾക്കുള്ളിൽ തിരസ്കരിക്കപ്പെട്ടവരെ നമ്മൾ കാണുകയാണ്. ഹിന്ദു മതത്തിന്റെ പുറവഴിയെ അനാഥരെന്ന പോലെ സഞ്ചരിച്ചു, ക്രിസ്തു മതത്തിന്റെ പുറവഴിയെ അനാഥരെന്ന പോലെ സഞ്ചരിച്ചു എന്നൊക്കെ അപ്പച്ചൻ ജനതയെ നിർവചിക്കുകയാണ്. അപ്പം അതായത് ഗ്രാമത്തിൻ്റെ പുറത്ത് മാത്രമല്ല നമ്മൾ പുറവഴികൾ ഉള്ളത് എന്ന ഒരു സൂചനയിലേക്ക് തത്വചിന്തയുടെ ക്കും പുറവഴികളുണ്ട്. തത്വചിന്തയിലെ പുറവഴികൾ കൊണ്ട് തന്നെയാണ് അദൃശ്യതയുടെ ഒരു പ്രശ്നത്തെ എന്ന നിലയിലേക്ക് അപ്പച്ചൻ അതിനെ ഒരു സൈദ്ധാന്തികമായി മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് ലളിതമായി പറഞ്ഞാൽ ഒരിക്കലും അപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, ഈ പള്ളിയിൽ അമ്പലത്തിൽ കയറുന്ന കാര്യമേ, പള്ളിയിൽ കയറുന്ന കാര്യവും അത് തന്നെ. ഈ പള്ളിയിൽ നമ്മളെ പ്രവേശിപ്പിക്കാത്തത്, പള്ളിയിൽ നമുക്ക് എങ്ങനെയെങ്കിലും കയറാം, നിനക്ക് ബൈബിളിൽ കയറാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് ബൈബിളിനെ മോശമായി പറയുന്ന അറിവിലല്ല ഞാൻ പറയുന്നത്. തത്വചിന്തയ്ക്കകത്ത് നീ ഉണ്ടോ? അതാണ് കാണുന്നില്ല അക്ഷരം എന്ന് പറയുന്നത്. ഈ കാണുന്നില്ല അക്ഷരം എന്ന് പറയുന്നത് തത്വചിന്തയ്ക്കകത്ത് കാണുന്നില്ല എന്നുള്ള പ്രശ്നമാണോ? റോഡിൽ കാണുന്നില്ല എന്നുള്ള പ്രശ്നം സാമൂഹ്യ പ്രശ്നം മാത്രമല്ല. അപ്പച്ചൻ ഈ മതതത്വചിന്തകൾക്കകത്തും ദൈവവാദ ചിന്തകൾക്കകത്തും കാണാതെ പോയ മനുഷ്യരെ കൂട്ടിയുള്ള സംവാദത്തിലേക്കും ചർച്ചയിലേക്കും അതിനെ മാറ്റിയെടുക്കുന്നു എന്നുള്ള ഒരു പ്രത്യക്ഷപ്പെടുത്തൽ അപ്പച്ചൻ എടുക്കുന്നു. അങ്ങനെ അടിമ വിഷയത്തെ ഒരു അദൃശ്യതയുടെ പ്രശ്നമായി അപ്പച്ചൻ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഉള്ളത്. ഇതിപ്പോൾ തന്നെ നമുക്ക് തീർക്കാം. ഇതിനകത്ത് ഇനി നമുക്ക് നോക്കേണ്ടത് പ്രത്യക്ഷരക്ഷാ ദൈവസഭയും അടിമ വിഷയവും. ഇതാണ് ഇനി നമ്മൾ നോക്കേണ്ട. പൊയ്യലപ്പച്ചൻ സ്ഥാപിച്ച സഭയാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ. ആ സഭ രൂപം കൊണ്ടതും അപ്പച്ചൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നതും അടിമ വിഷയം എന്ന് പറയുന്ന വലിയൊരു ആശയലോകത്തിൽ നിന്നാണ്. ഇത് നടത്തുന്നത് ഒരു സാമാന്യ അറിവിന് വേണ്ടി, വിവരത്തിനും അറിവിന് വേണ്ടി ഞാൻ പറയുന്നതല്ല, ഒരു സാമാന്യ ധാരണയ്ക്ക് വേണ്ടി പറയാണ്. 1909 ഈ പത്തനംതിട്ട ജില്ലയിലെ കൊളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പച്ചൻ ഒരു 45 ദിവസത്തെ യോഗം നടത്തി. വലിയ യോഗമാണ്. അപ്പോൾ 45 ദിവസത്തെ യോഗം എന്ന് പറയുന്നത് പ്രത്യക്ഷരക്ഷാ ദൈവസഭക്കാരുടെ ഓർമ്മകളിലും അനുഭവങ്ങളിലും അവരുടെ എഴുത്തുകളിലുമൊക്കെ അങ്ങനെയാണത് വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം പകൽ പണിയെല്ലാം കഴിച്ച് രാത്രികളിൽ നടന്ന നിരവധി യോഗ പരമ്പരകളുണ്ട്. ആ യോഗ പരമ്പരകൾക്കകത്താണ് ശരിക്കും പറഞ്ഞാൽ അപ്പച്ചൻ ഒരു മാസമായിട്ട് ജനകീയമായിട്ട് ഒത്തിരി ജനങ്ങളെ കൂട്ടിയിട്ട് തൻ്റെ അടിമവിഷ പ്രഖ്യാപനം ഇത് നടത്തുന്നത്, യോഗം നടത്തുന്നത്. അപ്പോൾ അത് ഈ പലതരത്തിലായിട്ടാണ്, പലതരം വിഷയങ്ങളിലകത്ത് കടന്നു പോകും. തൂതിയോഗം നടത്തുന്നുണ്ട്, രക്ഷാനിർണയം, തൃത്വയോഗം നടത്തുന്നുണ്ട്, രക്ഷാനിർണയം തുടങ്ങി ഇങ്ങനെ യോഗ പരമ്പരകളാണ്. ഇതിനകത്ത് രക്ഷാനിർണയം എന്ന് പറയുന്ന ഈ യോഗത്തിനകത്താണ് അടിമ വിഷയം എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നത്. ഈ അടിമ വിഷയം എന്ന് പറയുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ അടിമ വിഷയം എന്ന സബ്ജക്റ്റ് തന്നെ, ടേം തന്നെ പൊയ്യലപ്പച്ചും കൊണ്ടുവരുന്ന, അല്ലാതെ പിൽക്കാലത്ത് ഞാനോ മറ്റാരെങ്കിലുമോ കൊണ്ടുപോകുന്നതല്ല. ഈ അടിമ വിഷയം എന്നുള്ളത് എന്താ, അക്കാലഘട്ടത്തിൽ നമ്മളെ വളരെ പ്രായമുള്ള ഫോളോവേഴ്സ്, PRDസിൻ്റെ അപ്പച്ചൻ്റെ ഫോളോവേഴ്സ് അവർ പറയുന്നത്, ഈ യോഗത്തിൽ പറയുന്നത് എന്തോ അപ്പച്ചൻ അടിമ തെളിയിച്ചെന്നാണ് പറയുന്നത്. അടിമ തെളിയിക്കുക ചെയ്യുന്നത്, അടിമ പറയുകയല്ല ചെയ്യുന്നത്, അടിമയുണ്ടെന്ന് കാണിക്കുകയല്ല, അപ്പച്ചനൊരു സബ്ജക്റ്റ് തെളിയിക്കുകയാണ്. അതാണ് അടിമയ്ക്കകത്ത് നിന്നുകൊണ്ട് അടിമ വിഷയം എന്ന് പറയുന്നത്. അടിമയെ വെച്ചുകൊണ്ട് ഒരു സബ്ജക്റ്റ്, അടിമ വിഷയം എന്ന സബ്ജക്റ്റ് തെളിയിക്കുകയാണ് എന്നാണ് അടിമ വിഷയത്തിലൂടെ അവർ പറയുന്നത്. എന്തായാലും ഈ 9 ഇത് യോഗം ഇങ്ങനെ രക്ഷാനിർണയവും നടന്നെങ്കിലും 9 തന്നെയാണ് എന്ന് നമുക്ക്, അതിന് മുമ്പ് ഒരു ദിവസം ഈ പെട്ടെന്ന് തന്നെ 9 വന്ന് ചാടിക്കയറി യോഗം നടക്കുകയില്ല. 1905 മുതൽ നടത്തിയ അപ്പച്ചൻ്റെ സഞ്ചാര പ്രസംഗങ്ങളുടെയും രഹസ്യയോഗം, അപ്പച്ചൻ 2 തരം യോഗം ഉണ്ടായിരുന്നു, രഹസ്യയോഗവും സഞ്ചാര പ്രസംഗം എന്ന് പറഞ്ഞു. അപ്പം ഈ രഹസ്യമായിട്ടും ചില യോഗങ്ങളുണ്ട്, സഞ്ചാര പ്രസംഗങ്ങളുടെ ഭാഗമായിട്ടും ഉയർത്തിക്കൊണ്ട് വന്ന ആശയങ്ങളുടെയും അതിൻ്റെ രക്ഷാനിർണയ യോഗം നടത്തപ്പെട്ട മനുഷ്യരുണ്ട്. അപ്പം അതിന് മുമ്പ് അപ്പച്ചൻ യോഗം നടത്തിയിട്ടും രക്ഷാനിർണയം ഒക്കെ എങ്കിലും 1909 ആണ് അപ്പച്ചൻ രക്ഷാനിർണയ യോഗം നടത്തിയത് എന്നാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭക്കാർ അതൊരു വലിയ ഇവൻ്റ് എന്ന നിലയിൽ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ഒരു പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പുള്ള ഒരു ആധ്യാത്മിക അടിത്തറയുടെ പ്രഖ്യാപനം എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായിട്ട് നമുക്ക് കാണാം. ഈ
ഇത് പറയുമ്പം പിന്നീടുള്ള പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ എല്ലാ ഘടകങ്ങൾക്കകത്തും അടിമത്തത്തിൻ്റെ സൂചകങ്ങളെന്നോ ഇമേജറികളോ എന്നോ ഭയങ്കരമായിട്ട് പടർന്ന് കിടക്കുക ചെയ്യുന്നത്. അത് നമ്മളിപ്പോൾ നോക്കിയാലും കാണാം. ഈ പാട്ടുകൾ നോക്കിയാൽ അപ്പം അജയ് ശേഖർ സാറ് പാടിയ പാട്ടുകൾക്കകത്തും ക്ലാസ് എടുത്തതിനകത്ത് മുഴുവൻ കാണുന്നത് എന്താ? അടിമത്തത്തിൻ്റെ സൂചകങ്ങൾ കാണുകയാണ്. അതിൻ്റെ എല്ലാ നിലകളിലും അതിൻ്റെ അത് കാണാം. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ പാട്ടുകൾ. അതേപോലെ തന്നെ പ്രാർത്ഥനയുണ്ട്. അടിമ പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ഏറിയ വർഷക്കാലം അടിമകളുടെ ചരിത്രം പറഞ്ഞാണ് അതിൻ്റെ ഞാനത് പ്രാർത്ഥനയ്ക്ക് സമയത്ത് അല്ലെങ്കിൽ അത് മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കായിരുന്നു. അപ്പം ഈ അടിമയുടെ ചരിത്രം പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പച്ചനെ തന്നെ അടിമയുടെ ശരീരമുള്ള ദൈവമായിട്ടാണത് വ്യാഖ്യാനിക്കുന്നത്. ഈ അടിമത്തത്തിന് ചങ്ങല കൂട്ടുന്നതാണ് ഈ എംബ്ലമായിട്ട് വരുന്നത്. ഇങ്ങനെ എല്ലാ കാര്യത്തിനകത്തും അത് അടിമസ്മാരക സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നു. അപ്പം ഇങ്ങനെ ഇത്രമാത്രം സ്പ്രെഡ് ചെയ്ത് അടിമയുടെ മേജറികൾ ഇതിനകത്ത് തിങ്ങി നിൽക്കാനുള്ള കാരണം അന്നും ഇന്നും ഈ ഇപ്പം അടിമയാര നിരോധന വിളംബരം ഒക്കെ ആഘോഷിക്കുന്നത് പോലും അതിൻ്റെ പിന്നിൽ ഈ രാജാവ് വിമോചനം നടത്തിയ കൊണ്ടല്ല, അടിമ വിഷയം എന്നൊരു അവബോധം അതിനകത്ത് നിലനിൽക്കുന്നതുകൊണ്ടാണ് അടിമയ്ക്ക് മെമ്മറി എന്ന നിലയിൽ ഇതെടുക്കുക. അങ്ങനെ PRDSനകത്ത് പിൽക്കാലഘട്ടത്തുണ്ടായിരുന്ന എല്ലാ വശങ്ങളിലേക്കും ഈ അടിമ വിഷയത്തിൻ്റെ സൂചനകൾ നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഇതിനകത്ത് ഇപ്പം ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനകത്ത് പ്രതികരിക്കാനകത്ത് പിന്നീടുണ്ടാകുന്ന സമരങ്ങൾക്കകത്തായാലും ശരി, സെമിനാറുകൾക്കായാലും ശരി, എൻ്റെ പ്രസിദ്ധീകരണങ്ങൾക്കായാലും ശരി, അങ്ങനെ എല്ലാ വിശ്വാസ മണ്ഡലങ്ങളിലേക്കും ഏറ്റവും പ്രധാനമായിട്ട് ഈ അടിമ സൂചകങ്ങൾ അതിനകത്ത് കടന്നു വരുന്നത് ആദ്യ കാലഘട്ടം മുതൽ ഉള്ള ഇതിൻ്റെ ഒരു വലിയ ഈ അടിമ വിഷയത്തിൻ്റെ ഒരു സ്വഭാവം കൊണ്ടാണ്. അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. 1905 മുതലോ 1909 ഈ രക്ഷാനിർണയത്തിന് ശേഷമോ 1910 PRDS രൂപീകരിക്കപ്പെട്ട് സജീവമായതിന് തുടങ്ങിയ ശേഷം ഇന്ന് വരെയുള്ള പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ചരിത്രത്തിനകത്ത് ഇന്ത്യയിലെ മറ്റെങ്ങും മത അന്വേഷണങ്ങൾക്കകത്തോ ഇല്ലാത്ത വിധം, അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഇല്ലാത്ത വിധം അടിമാനുഭവങ്ങളെ വിവരിക്കപ്പെടുന്ന ഇമേജറികൾ ഇതിനകത്ത് തിങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ ഈ അടിമവിഷയം ഉള്ളതുകൊണ്ടാണ് ഒരു മെമ്മറികളും ഇത്രയും തീക്ഷ്ണമായിട്ടും തീവ്രമായിട്ടും ഇങ്ങനെ നിൽക്കില്ല. അപ്പച്ചൻ്റെ ഫോട്ടോ തന്നെ വരയ്ക്ക് അവിടെ വെച്ചിരിക്കുന്നത്, അതായത് വിശുദ്ധ മണ്ഡപത്തിൽ വെച്ചിരിക്കുന്നതിന് ഒരു അടിമയുടെ ശരീരമായിട്ടാണ് വരച്ച് വെച്ചിരിക്കുന്നത്. അതാണ് PRDSകാരുടെ ഏറ്റവും സുപ്രധാനമായ ഭാഗമായിട്ട് എടുക്കുന്നത്. അതെന്തുകൊണ്ടാണ് അത് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അത് ഈ സബ്ജക്റ്റ് വിഷയമുള്ളത് കൊണ്ടാണ് അത് എടുക്കുന്നത്. ഇനിയും ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രത്യക്ഷരക്ഷ ഇന്നും ഈ അടിമ വിഷയം ഉൾപ്പെടുന്ന രക്ഷാനിർണയം നടത്തിക്കൊണ്ട് മാത്രമേ പ്രത്യക്ഷരക്ഷാ ദൈവസഭയിൽ ഒരാളെ അംഗമാക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിന് കർമ്മത്തിലൂടെ അല്ല PRDSലേക്ക് അംഗമായി മാറുന്നത്, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കർമ്മമോ ഒരു പ്രക്രിയയോ ചെയ്തിട്ടല്ല. ഈ യോഗം കേട്ട് അപ്പച്ചനെ ബോധ്യപ്പെട്ട് വിശ്വസിച്ചിട്ടാണ് അവരാകുന്നത്. അതിൻ്റെ യോഗമാണ് രക്ഷാനിർണയം. അതിൻ്റെ ആശയമണ്ഡലമാണ് അടിമ വിഷയം എന്ന് പറയുന്നത് നിൽക്കുന്നത്. അപ്പം ഇത് ഇപ്പോഴും ഏതാണ്ട് 27 ദിവസമായിട്ട് നടത്തുന്നൊരു പ്രക്രിയ. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് അതിൻ്റെ എല്ലാ വിഷയങ്ങളെയും അനലൈസ് ചെയ്ത് പോവുക എന്നുള്ളത് ഈ പരിമിതിക്കുള്ളിൽ നമ്മളെ കൊണ്ട് സാധ്യമല്ല. ഈ പണ്ടും പ്രത്യക്ഷരക്ഷാ ദൈവസഭയ്ക്ക് ഈ രക്ഷാനിർണയ യോഗം ഈ അഡ്മിഷൻ കേട്ടുകൊണ്ടാണ് ഇങ്ങനത്തെ ആൾക്കാരെ ചേർക്കാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ജ്ഞാനനിക്ഷേപം മാസികയിൽ 1914 ഒരു അപ്പച്ചൻ്റെ യോഗങ്ങൾ ഇങ്ങനെ രഹസ്യമായി പോയി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നൊരു റിപ്പോർട്ട് ഈ ജ്ഞാനനിക്ഷേപം മാസികയിൽ അച്ചടിച്ചു വരുന്നുണ്ട്. നമ്മൾ പിന്നിൽ പോലാണ് മാധ്യമത്തിൽ ആ അത്രയും ഭാഗം കോട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ യോഗത്തിൻ്റെ ഒത്തിരി വിഷയങ്ങളുണ്ട്. പറഞ്ഞിട്ട് അവർ പറയുന്നത് ഈ നിൽക്കുന്ന രൂപത്തെ, അപ്പച്ചൻ്റെ രൂപത്തെ ദൈവത്തിൻ്റെ രൂപമായും ഈ നിൽക്കുന്ന ശബ്ദത്തെ ദൈവത്തിൻ്റെ ശബ്ദമായും ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ സത്യം ഞങ്ങൾ എങ്ങും പറയുകയില്ല, ആരോടും പറയുകയില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്യുന്നു. അതായത് ഈ മനസ്സിലാക്കിയ വിവരം പുറത്താരോടും പറയുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തു എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അതായത് കള്ളം പറയുമെന്ന് സത്യം ചെയ്യുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് പോലെ
ആ കാണുന്നത്. അപ്പോൾ അത് അന്ന് മുതലേ ആ യോഗത്തിൻ്റെ ഒരു സ്വഭാവമാണ് ആ കാണിക്കുന്നത്. ഈ അപ്പച്ചൻ ഇങ്ങനെ ഈ യോഗം നടക്കുമ്പോൾ മിഷണറിമാരുടെ ഈ വിദേശികളായ മിഷണറിമാരും ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരിത് കാണുന്നത് എങ്ങനെയാണ്? അവരിത് ഈ യോഗങ്ങളെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രാകൃതമെന്നോ ആനിമസമെന്നോ ഒക്കെയാണ്. ഇത് ഈ ബ്ലാക്സിനടെ ഈ ആഫ്രിക്കയിലേക്കൊക്കെ ക്രിസ്തുമതം ചെല്ലുമ്പം അപ്പോൾ അതിനെ ആഫ്രിക്കയിലെത്തുന്ന ക്രിസ്തുമതം ഭയങ്കര സംസ്കാര സമ്പന്നവും ആഫ്രിക്കയിലെ പേഗനിസം അല്ലെങ്കിൽ അവരുടെ വിശ്വാസധാരകൾ കാടത്തമാണെന്നൊക്കെ പറഞ്ഞ് ഉള്ള കാഴ്ചപ്പാടുകൾക്ക് സമാനമായ ഒരു ഒരു കൊളോണിയൽ നരേഷനായിരുന്നു അപ്പച്ചനെ പറ്റി പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് പുയ്യയുടെ ഉപദേശങ്ങൾ ദുരുപദേശമാണ്. പുയ്യപ്പച്ചന് പിശാചെന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. പിശാചാണ്, ദുരുപദേശമാണ്. ഈ റാസ്പുട്ടിനുമായിട്ട് വരെ ഉപമിച്ചുകൊണ്ടുള്ള റെക്കോർഡുകളുണ്ട്. എനിക്ക് സനൽമോഹൻ സാറിൻ്റെ പുസ്തകത്തിനകത്ത് ഡോക്ടർ സനൽമോഹൻ സാർ അത് ഉന്നയിക്കുന്നത് കാണാം. അപ്പം ഇങ്ങനെയുള്ള ഒരു കാഴ്ചയാണ് അതിനെപ്പറ്റി ഉണ്ടാകുന്നത്. അപ്പം ഇതിന് നമുക്ക് ഇതിൻ്റെ വിഷയമേഖലയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാനത് പറയാം. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിമവിഷയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു കാര്യം അടിമയെ പറ്റിയാണ് ഇത് പറയുന്നത്. അതായത് ഇത് അടിമയെ കേന്ദ്രീയമാക്കി സിദ്ധാന്തത്തെ പറ്റിയാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ അടിമയുടെ ചരിത്രമോ സന്ദർഭങ്ങളോ അല്ല അപ്പച്ചൻ ഇത് പറയുന്നത്. സവിശേഷമായ അടിമ ആഖ്യാനങ്ങൾ അപ്പച്ചൻ ഉണ്ടാക്കുക. ഇപ്പം പിയാനിസ്റ്റിൻ്റെ ഈ പാട്ട് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഒരു പ്രത്യേക പ്രദേശങ്ങളിലെ മാത്രമേ അടിമ ആഖ്യാനങ്ങളായിട്ട് അപ്പച്ചൻ എടുക്കുന്നുള്ളൂ. ഇപ്പം കെട്ടിവിറ്റ് വില വാങ്ങിക്കൊണ്ട് പോകുന്നത് അത് എടുക്കുന്നുണ്ട്. ഇപ്പം കാളയെ കൊല്ലുന്നത് നമ്മൾ എടുക്കുന്നുണ്ട്. എന്നാൽ ദലിതരുടേതായോ അടിമ കാലഘട്ടത്തിലേതായോ വേറെ ചില ഓർമ്മകൾ അപ്പച്ചൻ എടുക്കുന്നുമില്ല. അപ്പോൾ സാർവദേശികമായി ഈ എല്ലാ വരുന്ന സ്വഭാവമുള്ള അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമായി നിൽക്കുന്ന ചില സവിശേഷമായ അടിമാഖ്യാനങ്ങൾ മാത്രമേ അപ്പച്ചൻ എടുക്കുള്ളൂ. അടിമാഖ്യാനം എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ അത് ആഖ്യാനങ്ങളാക്കി നിർമ്മിച്ചുകൊണ്ട് വരുന്ന കാര്യമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം നമുക്ക് അതിന് ഈ വിഷയമേഖല എന്ന നിലയിൽ ചില കാര്യങ്ങളിലൂടെ സൂചിപ്പിക്കുകയാണ്. അതായത് അത് പറയുമ്പം അതായത് ഈ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ഭാഗം പ്രത്യക്ഷരക്ഷ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ദൈവവ്യവസ്ഥയും തോതും പ്ലാനും ഒക്കെ പറഞ്ഞ് പോകുന്ന ഒരു ഭാഗം ഉണ്ട്. അപ്പം അത് ഞാൻ ദൈവവ്യവസ്ഥകളുടെ തോതും പ്ലാനും മന്നമായ തലമുറ, അടിമ തലമുറ, എൻ്റെ തലമുറ, 7 കൂട്ടം അടിമ, 3 കൂട്ടം ബന്ധം പിരിയൽ, രക്ഷയുടെ പൂർണ്ണമായ ഉറപ്പ്, സഭയുടെ പൂർണ്ണമായ യോജിപ്പ്, ഇങ്ങനെ ഉൾപ്പെടുന്ന വിപുലമായൊരു വിഷയമേഖലയാണിത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഇതിനെ എങ്ങനെയാണ് അപ്പച്ചൻ്റെ അടിമ വിഷയത്തിലൊരു വിഷയമേഖലയുണ്ടോ അതോ അടിമക്കഥ മാത്രമാണോ എന്നാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ അടിമക്കഥ മാത്രമല്ല പറയുന്നത്, ഇത് ഇത്രയും ഭാഗങ്ങൾ അതിനകത്ത് ഡിസ്കഷനിലേക്ക് വരുന്നതാണ്. ടോപ്പിക്കായിട്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ. എൻ്റെ സൗകര്യാർത്ഥം ടോപ്പിക്ക് നിശ്ചയിച്ചതല്ല. ദൈവവ്യവസ്ഥകളുടെ തോതും പ്ലാനും, മന്നമായ തലമുറകൾ, അടിമ തലമുറ, എൻ്റെ തലമുറ, 7 കൂട്ടം അടിമ, 3 കൂട്ടം ബന്ധം പിരിയൽ, രക്ഷയുടെ പൂർണ്ണമായ ഉറപ്പ്, സഭയുടെ പൂർണ്ണമായ യോജിപ്പ് എന്ന് പറയുന്ന ഭാഗങ്ങൾ ഉൾപ്പെടെ 7 ദിവസം കൊണ്ടാണ് ഇക്കാര്യം സഭയ്ക്കകത്ത് അത് അവതരിപ്പിച്ച് പോരുന്നത്. ഇതിൽ ദൈവവ്യവസ്ഥകളുടെ തോതും പ്ലാനും എന്നതിൽ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് എല്ലാ തത്വചിന്തകളും എല്ലാ ആത്മീയ ചിന്തകളും വ്യവസ്ഥകളായിട്ടാണ് എടുക്കുന്നത്. ഓരോരോ ദൈവ വ്യവസ്ഥകളായിട്ടാണ് എടുക്കുന്നത്. അതെല്ലാം ഒരു പ്രത്യേക തരം തോതിൽ നിർമ്മിച്ചിരിക്കുന്നു. ഇപ്പോൾ ഹിന്ദുമതം ഒരു ബ്രാഹ്മണിസം ഒരു തോതാണ് എങ്കിൽ ഒരു തോതിലാണത് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കതിനകത്ത് കയറാൻ പറ്റത്തില്ല. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ പറഞ്ഞ് വെച്ചിരിക്കുക. അതിൻ്റെ അവസാനം അതും കഴിഞ്ഞിട്ടാണ് ഈ പഞ്ചമരെന്ന് പറയുന്ന വേറൊരു വിഭാഗം ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ആ വിരാട് പുരുഷൻ എന്ന് പറയുന്ന ആധ്യാത്മിക ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. ഒരു പ്രത്യേകതരം വ്യവസ്ഥയ്ക്കകത്ത് അത് നിർമ്മിക്കുകയാണ് വെച്ചിരിക്കുക. ക്രിസ്തുമതത്തിനെ പറ്റി അപ്പച്ചൻ അക്കാലഘട്ടത്ത് ഉന്നയിച്ചിരിക്കുന്ന ഒരു വിമർശനങ്ങളിലൊന്ന് ഇതിങ്ങനെയാണ്. ഞാൻ എൻ്റെ 16ാമത്തെ വയസ്സ് മുതൽ ഇതൊക്കെ ഞാൻ നിക്ഷേപം മാസികയിൽ 14 അച്ചടിച്ച് വന്ന കാര്യമാണ് കേട്ടോ. പറയുന്നുണ്ട്,
ഞാൻ എൻ്റെ 16-ാമത്തെ വയസ്സ് മുതൽ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ബൈബിൾ ഒരു തോതിലാണ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ആ തോതിന് പുറത്താണ് നമ്മൾ എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക്, അതവിടെ നിൽക്കട്ടെ. അപ്പം ഇതാണ് ഇങ്ങനെ തത്വചിന്തയും ദൈവത്തെയും തോളും ഇത് പറയുമ്പോഴാണ് ബിബ്ലിക്കലായ തലമുറകളെ അനലൈസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പാട്ടുകളും വരും. ഇത് മാത്രം കേട്ടേച്ച് ഇത് ക്രിസ്ത്യനാണ് എന്ന് ധരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് ഈ പാട്ടുണ്ടാക്കിയത് പാട്ടായിട്ടല്ല. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പച്ചൻ്റെ പാട്ടുകളുടെ ഒരു പ്രശ്നം. പാട്ടായിട്ട് ഉണ്ടാക്കിയതില്ല, ഒരു സബ്ജക്റ്റ് പറയുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ആ സബ്ജക്റ്റാണ് പ്രധാനം. ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടാണ്, അതിൻ്റെ ആഖ്യാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ പാട്ടുകൾ നിലനിൽക്കുന്നത്. അല്ലാതെ പാട്ട് മാത്രമായ ഒരു രീതിയിലല്ല. നിങ്ങൾക്ക് എടുക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ അപ്പച്ചൻ അതങ്ങനെയല്ല. ഇത് യോഗങ്ങളുടെ ഭാഗമായിട്ടാണ് ഉണ്ടാക്കിയതെന്ന് പറയാം. അപ്പം ഇത് എത്രമാത്രം സങ്കീർണരഹിതമായി പറയാനാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ തോത്, ഒരു പാട്ടുണ്ട്, ദൈവത്തിൻ തോതും താൻ തോതിൻ രഹസ്യവും ദൈവനിശ്ചയം പോലൊരു കാലങ്ങളിൽ എന്നൊക്കെ പാടുന്നുണ്ട്. കാരണം ദൈവത്തിനൊരു തോതുണ്ടെന്നാണ് പറഞ്ഞത്. ദൈവം ഒന്നല്ലെന്നാണ് അപ്പച്ചൻ പറയുന്നത്. ഓരോ ദൈവവ്യവസ്ഥയ്ക്കും ഓരോ തോതെന്നാണ് പറഞ്ഞത്. ദൈവത്തിന് തന്നെ ചരിത്രമുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തോട് തന്നെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആകാശവും പൂർവിയും സൃഷ്ടിച്ച ദൈവം ഞങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ആയത്? കാണുന്നില്ല രക്ഷ എന്ന പാട്ടിൻ്റെ പാട്ട് അവസാനിക്കുന്നത് അങ്ങനെയാണ്. അപ്പം ഇങ്ങനെയാണ് ഈ തോതിൻ്റെ പ്രശ്നങ്ങൾ. ഇപ്പം ഒരു തോതെന്ന നിലയിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ തോതിന് പുറത്തുള്ളവരെയാണ്, അത് ആധ്യാത്മിക ചിന്തയ്ക്ക് തത്വചിന്തയെ അപ്പച്ചൻ ഒരു തോതായിട്ട് പരിഗണിക്കുന്നു. ഇനി നിങ്ങൾക്ക് മാർക്സിസത്തെ വേണമെങ്കിലും തോതായി പരിഗണിക്കാം. ആ തോതിൻ്റെ പുറത്ത് ഏതെങ്കിലും മനുഷ്യരുണ്ടോ, കറുത്തവരോ ബ്ലാക്ക് ഷോ അതിൽ ഉൾപ്പെടാത്തവരോ, പുതിയ ഒരു നിർവചനത്തിലേക്കാണ് കൊണ്ടുവരുന്നത് തത്വചിന്തകൾ. കാരണം ഞങ്ങളില്ല, കാണുന്നില്ല എന്ന് പറയുന്നത് ഇതാണ് ഈ പ്രശ്നമാണ്. കാണുന്നില്ല ഒരക്ഷരവും എന്ന് പറയുന്നത് ഈ പ്രശ്നമാണ്, ഈ അദൃശ്യതയുടെ പ്രശ്നമാണ് കാണിയത്. ഈ അദൃശ്യതയ്ക്കകത്താണ് അപ്പച്ചൻ പറയുന്നത് ഒരു വലിയ തലമുറകളുടെ മന്ദമായ തലമുറയാണ് എന്ന വിശദീകരണത്തിൻ്റെ ടോപ്പിക്കിലേക്ക് അപ്പച്ചൻ പോകുന്നത്. ഈ ടോപ്പിക്കിനകത്താണ് അപ്പച്ചൻ അടിമ തലമുറ എന്ന് പറഞ്ഞ് വേറൊരു ടോപ്പിക്ക് കൊണ്ടുവരുന്നത്. ആ ടോപ്പിക്കിനകത്താണ് എൻ്റെ അടിമ തലമുറ എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് അപ്പച്ചൻ കൊണ്ടുവരുന്നൊരു ഭാഗമാണ് 7 കൂട്ടം അടിമ. അതായത് ദൈവത്തിൻ്റെ പേരിലടിമ, മതത്തിൻ്റെ പേരിലടിമ, ജാതിയുടെ പേരിലടിമ, രാജ്യത്തിൻ്റെ പേരിലടിമ, മാർഗങ്ങളുടെ പേരിലടിമ, സേവാമൂർത്തികൾക്കും മായാശക്തികൾക്കും അടിമ, ജീവനും ശരീരത്തിനും അടിമ. ഇങ്ങനെയാണ് അപ്പച്ചൻ അടിമയെ എടുക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ പേരിലാണ് അടിമ എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പേരിൽ അടിമ, രാജ്യത്തിൻ്റെ പേരിൽ അടിമ, ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇത് ഇപ്പം നമുക്കിപ്പം ദൈവത്തിൻ്റെ പേരിൽ ഞാൻ അടിമയാണെന്ന് പറഞ്ഞാൽ ചോദിച്ചവരെ കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റുമോ? മായാശക്തിക്കും സേവാമൂർത്തിക്കും അടിമയാണെന്ന് പറയുമ്പോൾ കേസ് കൊടുക്കാൻ പറ്റില്ല. ജാതിക്ക് അടിമയാണെന്ന് പറഞ്ഞാൽ പറ്റും. അത് കുറെ കൂടെ സോഷ്യോളജിക്കൽ കണ്ടന്റ് ഉള്ളതാണ്. പക്ഷേ ഈ സോഷ്യോളജിക്കൽ കണ്ടന്റ് ഉള്ളതും സോഷ്യോളജിക്കൽ കണ്ടന്റിലില്ലാത്ത അടിമയെ അപ്പച്ചൻ അടിമ എന്നതിനെ ഒരു പുതിയൊരു വ്യാഖ്യാന മണ്ഡലത്തിലേക്ക് കൊണ്ടുവരിക. ഇതിൻ്റെ മറുപടി എന്താ? ഇതിൽ നിന്നുള്ള ലിബറേഷനാണ് കൊണ്ടുവരുന്നത്. അതായത് ദൈവത്തിൽ നിന്ന്, മതത്തിൽ നിന്ന്, ജാതിയിൽ നിന്ന്, ഈ ലിബറേഷനെയാണ് ഇതിലേക്ക് ഈ ചിന്താപരമായിട്ട് അപ്പച്ചൻ ഇത് ഇങ്ങനെ അതിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനായിട്ട് കഴിയുന്നത്. ഇങ്ങനെ അത് ഈ 7 കൂട്ടം അടിമയായി നിർണയിക്കുന്നത് ഈ തിരുവിതാംകൂറിലെ ദലിത് വിഭാഗങ്ങൾ അനുഭവിച്ച, അല്ലെ ഇന്ത്യയിലെമ്പാടും ദലിതരനുഭവിച്ച അടിമാനുഭവങ്ങളെ ആഖ്യാനങ്ങളാക്കി, സവിശേഷ ആഖ്യാനങ്ങളാക്കി മാറ്റി എടുത്ത് അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടാണ് ഇത് ഈ പറയുന്നത്. ഇവിടെയാണ് ഇങ്ങനെയാണ് അത് കൊണ്ടുവരുന്നത്. അപ്പം അതായത് പിന്നെ ഒന്നുള്ളത്, ഈ 7 കൂട്ടം അടിമയ്ക്ക് ശേഷം 3 കൂട്ടം ബന്ധം പിരിച്ചലിനെ പറ്റിയും സംസാരിക്കുന്നുണ്ട്. ഒരു ജനത, ഒരു മനുഷ്യൻ എന്ന നിലയിൽ രാജ്യത്തോട് ബന്ധം പിരിയുന്നു, ദൈവത്തോട് ബന്ധം പിരിയുന്നു, അപ്പനമ്മ മക്കൾ ബന്ധം പിരിയുന്നു പറഞ്ഞ് വേറെ ടോപ്പിക്കിലേക്ക് കൊണ്ട് ഭീകരമായ അനാഥത്വത്തിൻ്റെയും അന്യവൽക്കരണത്തിൻ്റെ ടോപ്പിക്കുകളിലേക്കാണ് കടക്കുന്നതെന്നാണ് നമുക്ക് കടന്നു വരുന്നത്. തുടർന്നാണ് അപ്പച്ചനെ എൻ്റെ തലമുറ എന്നൊരു സബ്ജക്റ്റ് കൊണ്ടുവരുന്നത്. ഈ എൻ്റെ തലമുറയ്ക്കകത്താണ് ഈ നിലനിന്ന പാപശാപ മരണവിധികളെ പൂർണ്ണമായി നീക്കി മനുഷ്യരാക്കി മാറ്റുന്നത്. ഈ പാപം എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിൻ്റെയോ പാപങ്ങളെ എന്ന നിലയിലല്ല അത് കാണുന്നത്. ക്രിസ്ത്യാനിറ്റികളുടെ ഉയർത്തുന്ന സെമിറ്റിക് മതങ്ങളുടെ പാപസങ്കല്പങ്ങൾ എന്ന നിലയിലല്ല ഇത് കാണുന്നത്. ഇതിനകത്തെ പാപസങ്കല്പങ്ങൾ എന്ന് പറയുന്നത്
ഈ ഞാൻ പറഞ്ഞ 1914 ഒരു ജ്ഞാനനിക്ഷേപ മാസികത്ത് ഒരു റിപ്പോർട്ട് ചെയ്യുന്ന അപ്പച്ചൻ്റെ പ്രസംഗമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പച്ചൻ പാപത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: 66 പുസ്തകത്തെ വിശ്വസിച്ചതിൻ്റെ പാപം, യഹൂദൻ്റെ ദൈവത്തെ ഞാൻ വിശ്വസിച്ചതിൻ്റെ പാപം. ഇങ്ങനെ അതൊക്കെ ഈ പുസ്തകത്തിനകത്ത് ചില ഭാഗങ്ങളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് വിശാലം ഇങ്ങനെയാണ്. അതായത് വിശ്വാസവന, അതായത് തോതിന് പുറത്തുള്ള മനുഷ്യർ അവരുടെ മേൽ നിർമ്മിച്ചെടുത്ത വിശ്വാസങ്ങളെയാണ് അതിനകത്ത് ഇത് കാണുന്നത്. ഈ അങ്ങനെയുള്ള വിശ്വാസങ്ങളിൽ നിന്ന് നീക്കി അത് തന്നെ മരണവും അന്യവൽക്കരണവും എന്ന നിലയിൽ കണ്ടതിനെ ഇല്ലായ്മ ചെയ്തുള്ള ഒരു പ്രക്രിയ എന്ന നിലയിൽ വിവരിച്ചു പോകുന്ന ഒരു ടോപ്പിക്കാണത്. പിന്നീടാണ് രക്ഷയുടെ ഉറപ്പ് എന്ന് പറയുന്നൊരു ഭാഗം അതിനകത്ത് എടുക്കുന്നത്. ഈ രക്ഷയുടെ ഉറപ്പ് എന്ന് പറയുമ്പം എന്താണ് രക്ഷ എന്നുള്ള ഈ ക്വസ്റ്റ്യനുകളിലേക്കാണ് വരുന്നത്. ഒറ്റ ചോദ്യമുള്ളൂ, അത് രക്ഷയുടെ ഉറപ്പായിട്ട് അക്കാലഘട്ടത്തും ഇന്നും പ്രത്യക്ഷ രക്ഷാ ദിവസം അതിനെ എടുക്കുന്നത് ദൈവത്തിൻ്റെ അടിമശരീരം എന്ന നിലയിലാണ് തന്നെ എടുക്കുന്നത്. ദൈവത്തിൻ്റെ അടിമശരീരമാണ് രക്ഷയുടെ ഉറപ്പായിട്ട് എടുക്കുന്നതും ആ അടിമശരീരം അപ്പച്ചനായിട്ടും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ആധ്യാത്മികമായ ലോകം. പിന്നീട് ഉള്ളത് അതിൻ്റെ തുടർന്ന് വരുന്നത് ഇങ്ങനെ കുലഹീനരും പഴിക്കപ്പെട്ടവരുമായി നിർമ്മിച്ച തത്വചിന്തകളെ വിശ്വസിച്ചതാണ് പാപവും മരണത്തെ ഒരു വിധിയാക്കി മാറ്റിയതെന്നും ഒക്കെയാണ് ഇതിനകത്ത് സൂചിപ്പിച്ചു പോകുന്നത്. ഈ രക്ഷയുടെ പൂർണ്ണമായ ഉറപ്പിലേക്ക് വന്ന മനുഷ്യർ പിന്നീട് എന്താണ് ചെയ്യുന്നത്? അവർ അതിൽ നിന്ന് പുതിയ ഒരു വ്യവസ്ഥയിലും ജീവിതത്തിലേക്കും ഉള്ള പ്രവേശനത്തെയാണ് സഭയുടെ പൂർണ്ണമായ യോജിപ്പ് എന്ന നിലയിൽ ഇത് കൊണ്ടുവരുന്നത്. ഇങ്ങനെയാണ് ഈ അടിമ വിഷയത്തിൻ്റെ ടോപ്പിക്ക് നിൽക്കുന്നതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിൻ്റെ വിശകലനത്തിലേക്ക് വരുന്നില്ല. ഇത്രയും ടോപ്പിക്കുകളാണ് ഇതിനകത്ത് പറയുന്നത്. ഈ ടോപ്പിക്കുകളൊന്നും ഹിന്ദു മതത്തിൻ്റെയോ പാശ്ചാത്യ ദൈവശാസ്ത്രത്തിൻ്റെ അനുബന്ധമോ വ്യാഖ്യാനവുമായി നിലനിൽക്കുന്നില്ല എന്നത് അതിൻ്റെ ചരിത്രത്തിൻ്റെ PRGSൻ്റെ അപ്പച്ചൻ്റെ അടിമ വിഷയത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഇനി എന്താണ് ഈ അടിമ വിഷയം, ബ്രാഹ്മണിസത്തോട് എങ്ങനെയാണത് കലഹപ്പെടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ ടോപ്പിക്കുകളുടെ പേരേ പറഞ്ഞുള്ളൂ, അതിൻ്റെ വിശകലനത്തിലേക്ക് പോകുന്നുമില്ല. ഇതിൻ്റെ ഈ ഭാഗത്തും അതിൻ്റെ ചില സൂചനകൾ മാത്രം നമുക്ക് പറയാം. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചല്ലോ, അതായത് എങ്ങനെയാണ് ഇത് ബ്രാഹ്മണിസത്തോട് എങ്ങനെയാണ് ത്തോടുള്ള എതിർപ്പും ചോദ്യങ്ങളും നമുക്ക് നോക്കാം. രണ്ട് ചിന്താപദ്ധതികൾ അടിസ്ഥാനപരമായി അതായത് ഈ അടിമ വിഷയവും ബ്രാഹ്മണിസവും തമ്മിൽ രണ്ട് ആത്മീയ പദ്ധതികളാണ്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. രണ്ട് തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണ്? അംബേദ്കർ ഒരിക്കൽ അസ്പൃശ്യരായ എന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ, നമ്മളെല്ലാം വായിച്ചിട്ടുള്ള പുസ്തകമാണ്, അസ്പൃശ്യരായ എന്ന പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ഹിന്ദു നാഗരികത ശൂദ്രർക്ക് പുറമെ 3 സാമൂഹ്യ വർഗങ്ങളെ കൂടി സൃഷ്ടിക്കുന്നുണ്ട്. 1, 20 ലക്ഷത്തോളം വരുന്ന കുറ്റവാളി ഗോത്രങ്ങൾ. 2, 15 ലക്ഷത്തോളം വരുന്ന ആദിവാസി ഗോത്രങ്ങൾ. 3, 50 ദശലക്ഷത്തോളം വരുന്ന അസ്പൃശ്യർ. ഇവരെ ഹിന്ദു ഫിലോസഫി, ഹിന്ദു നാഗരികതയും അതിൻ്റെ സിദ്ധാന്തങ്ങളും അപരരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അപര സമൂഹങ്ങളെയാണ് അപ്പച്ചൻ്റെ ടോപ്പിക്കിൻ്റെ കേന്ദ്രമായി വരുന്നു. ഇതാണ് ഇതിൻ്റെ അത് എങ്ങനെയാണ് വാസ്തവത്തിൽ ഹിന്ദു മതദർശനങ്ങൾ സൃഷ്ടിച്ച ഒരു വലിയ അപര ലോകമാണ്. അതാണ് അതിൻ്റെ ഒരു അപരങ്ങളെ നിർമ്മിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു ദാർശനികമായ സ്വഭാവം. പൊയ്യയിലപ്പച്ചൻ്റെ അടിമ വിഷയം ആത്യന്തികമായി കേന്ദ്രമാക്കുന്നത് ഈ വിഭാഗത്തിലെയാണ്, ഈ അപര വിഭാഗങ്ങളെയാണ്. അതാണ് മൗലികമായി ഈ രണ്ടാണെന്ന് പറയുന്നത്. ഒരു എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. മറ്റേത് അപരങ്ങളെ നിർമ്മിക്കുന്നതാണെങ്കിൽ ഇത് അപരങ്ങളിലെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. അപ്പച്ചൻ അതിനെ അടിമകൾ, അനാഥർ, കുലഹീനർ, പഴിക്കപ്പെട്ടവർ, ശപിക്കപ്പെട്ടവർ, കാട്ടിലേക്ക് ഓടിയ കൂട്ടർ, ചരിത്രമില്ലാത്തവർ, സങ്കേതം തേടി അലഞ്ഞവർ എന്നൊക്കെ വിവരിച്ചുകൊണ്ട് മനുഷ്യരെ ദാർശനികമായി അപരങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നൊരു സിദ്ധാന്തമായി ബ്രാഹ്മണസത്തിന് നേരെയാണ് അടിമ വിഷയത്തിൻ്റെ സ്പേസ് അത് നിൽക്കുന്നത് എന്ന്
ഞാൻ ഈ അവതരണത്തിൽ ചൂണ്ടിക്കാണിക്കണം. ബ്രാഹ്മണസത്തെ എന്താണ് ബ്രാഹ്മണസത്തിന്റെ കേന്ദ്രമായി വരുന്നത്? അത് ബ്രാഹ്മണൻ തന്നെയാണ്, അല്ലേ? ബ്രാഹ്മണൻ എന്ന് പറയുന്നത് തന്നെ എന്തോ ബ്രഹ്മം എന്ന് പറയുന്ന ഹൈന്ദവ സിദ്ധാന്തമല്ല, ബ്രഹ്മം നിഗൂഢത ശക്തിയുള്ള എന്തോ അർത്ഥമുള്ള ഒരു ഇതുമായിട്ട് ചേർത്താണ് ഈ പൗരോഹിത്യത്വവുമായിട്ട് ബന്ധപ്പെട്ടാണ് ബ്രാഹ്മണൻ എന്ന പേര് പുരോഹിതർക്ക് കൈവരുന്നത്. അപ്പോൾ അടിമ വിഷയത്തിൽ ഈ ബ്രാഹ്മണനെ നിഷേധിക്കുകയും ആ ഒരു അതായത് ബ്രാഹ്മണ തത്വചിന്തയുടെ കേന്ദ്രം, എൻ്റെ ശിരസ് എന്ന് പറയുന്നത്, എൻ്റെ മർമ്മം എന്ന് പറഞ്ഞ് ഈ ബ്രാഹ്മണൻ ആണല്ലോ. ഈ തത്വചിന്തയുടെ അങ്ങനെയല്ല. അപ്പച്ചൻ്റെ തത്വചിന്തയുടെ കേന്ദ്രം അങ്ങനെയല്ല. അപ്പച്ചൻ്റെ തത്വചിന്തയുടെ അടിസ്ഥാനം അത് അടിമയെ എടുത്തു വയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അടിമയെന്ന് പറയുമ്പോൾ ദൈവം ഇത് ഒരു അടിമയാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പോലും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ അടിമ എന്ന് പറയുന്ന ദാർശനികമായ ഒരു സ്വഭാവത്തിലേക്ക് അത് വികസിക്കുന്നു എന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പം അതായത് ഈ ചണ്ടാളരെന്നും മൃഗയോനിയിൽ പിറന്നവരെന്നും അസ്പൃശ്യരെന്നും വേദങ്ങളും സ്മൃതികളും നിർവചിച്ചവരെയാണ് അപ്പച്ചൻ്റെ സിദ്ധാന്തത്തിൽ അതിൻ്റെ മെയിനായിട്ട് വരുന്നത്, ടോപ്പിക്കായിട്ട് വരുന്നത്. ഇതാണ് ബ്രാഹ്മണസത്തിനും ഹിന്ദുസത്തിനും എതിരായിട്ടാണ് അപ്പച്ചൻ നിൽക്കുന്നത്, എൻ്റെ അപ്പച്ചൻ്റെ അടിമ വിഷയം നിൽക്കുന്നത് എന്ന് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം പക്ഷെ ആ വിശകലനത്തിനെല്ലാം നമ്മൾ സൂചിപ്പിച്ച പോലെ കാർഷിക അടിമത്തത്തിനകത്തു നിന്ന് എടുത്ത സൂചകങ്ങളെ വെച്ചുകൊണ്ടാണത് നിൽക്കുന്നത്. ഇങ്ങനെ അടിമ വിഷയവും ആ ഘട്ടത്തിലും അത് ബ്രാഹ്മണസത്തോട് വലിയ കലഹങ്ങളിലേക്ക് നിൽക്കുന്ന ഒരു സ്വഭാവം അതിനകത്ത് കാണാം. മറ്റൊന്ന്, ഈ ബ്രാഹ്മണസത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണല്ലോ വർണ്ണവ്യവസ്ഥ. അത് ജാതി വ്യവസ്ഥയെ അംഗീകരിക്കുന്നു. പ്രത്യക്ഷ രക്ഷാ ദൈവസാവ പൊയ്യേലപ്പച്ചൻ്റെ അടിമ വിഷയം ഈ ബ്രാഹ്മണസത്തിൻ്റെ മൗലികമായ ഈ സവിശേഷതയെ, ഈ ജാതി വ്യവസ്ഥയും വർണ്ണവ്യവസ്ഥയും അത് സമ്പൂർണമായി നിരാകരിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോഴും ഇതിനെതിരായി നിൽക്കുന്ന ഒരു വലിയ അംബേദ്കർ സൂചിപ്പിക്കുന്ന പോലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഒക്കെ ബ്രാഹ്മണസത്തിൻ്റെ പൊതു സ്വഭാവങ്ങളാണല്ലോ. എന്നാൽ അപ്പച്ചൻ്റെ പാട്ടുകളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സ്നേഹം, ലോകസമാധാനം എന്നീ ആശയങ്ങളെയാണ് നമുക്കതിനകത്ത് കാണിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അപ്പച്ചൻ്റെ ആശയത്തിനകത്ത് പറയുന്നത് എൻ മാന്യ കൂട്ടുസ്നേഹിത എന്നാണ് ചോദിച്ചുകൊണ്ടാണ്. അപ്പം എൻ മാന്യ കൂട്ടുസ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് വിയോജിപ്പ് പറയുന്നൊരു കൾച്ചറാണ് അപ്പച്ചൻ കൊണ്ടുവരുന്നത്. ബ്രാഹ്മണസത്തിനകത്ത് അങ്ങനെയല്ല. വ്യത്യസ്ത അഭിപ്രായമുള്ള അതിൻ്റെ ആ ബ്രാഹ്മണസത്തിൻ്റെ മൂല്യങ്ങൾക്കകത്ത് വ്യത്യസ്ത അഭിപ്രായമുള്ളവരെ നിശബ്ദമാക്കുന്നു. ഇത് തന്നെയല്ലേ ഹിന്ദുത്വത്തിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ചാർവാകന്മാരെ കൊന്നൊടുക്കിയതും ബുദ്ധന്മാരെ കൊന്നൊടുക്കുന്നതും എല്ലാം ഇതിൽ നിന്നാണ്. സഹോദര്യത്തിൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്നരയായോ? അപ്പോൾ അങ്ങനെയാണ് ഇത് കാണുന്നത്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ കൂടെ തീർന്നു. അപ്പോൾ ബ്രാഹ്മണസത്തിൻ്റെ ഈ അടിത്തറ വേദങ്ങളും ഇതിഹാസങ്ങളും സ്മൃതികളുമാണെങ്കിൽ അടിമ വിഷയം ഇവയെ പ്രമാണം എന്ന രീതിയിൽ എടുക്കുന്നില്ല. പകരം അടിമ അനുഭവങ്ങളെ കേന്ദ്രമാക്കി അപ്പച്ചൻ നിർമ്മിച്ച ആഖ്യാനങ്ങളും പാട്ടുകളുമാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഏറ്റവും വ്യത്യസ്തമായൊരു കാര്യം, വിശ്വാസപരമായി കർമ്മം, മോക്ഷം, പുനർജന്മം, മരണാനന്തര ജീവിതം, പാപം, ശാപം, പുണ്യം, സ്വർഗം, നരകം തുടങ്ങിയ വിശ്വാസങ്ങൾ അപ്പച്ചൻ്റെ അടിമ വിഷയത്തിലില്ല. ആത്മനുമില്ല, ബ്രഹ്മവുമില്ല, അവതാര സങ്കല്പവും അടിമ വിഷയത്തിലില്ല. അതും ഈ ബ്രാഹ്മണസത്തിനെതിരായ നേർക്ക് നിൽക്കുന്ന വേറൊരു ന്യായധാരയുടെ സ്വഭാവമായിട്ടാണ്. ഇനി വേറൊരു ഭാഗം, ഈ വിരാട് പുരുഷൻ എന്ന് പറയുന്ന ഒരു ആധ്യാത്മിക സങ്കല്പത്തിലാണ് അത് കേന്ദ്രമാക്കുന്നതെങ്കിൽ അപ്പച്ചനെ അടിമ ശരീരമായി ദൈവത്തെ നിർവചിച്ചുകൊണ്ടാണ് അതിലേക്കാണ് ഫിയാറ്റിസ് എടുക്കുന്നത്. അതായത് അത് അപ്പച്ചൻ്റെ ശരീരത്തെ തന്നെ അവർ അടിമ സഹിച്ചതും കരിഞ്ഞ ശരീരവും കഴുത്തിൽ മുഖം വച്ച തഴമ്പുകളുമുള്ള ശരീരമായിട്ടാണ് ആധ്യാത്മികമായി അവർ വിവരിക്കുന്നത്. അപ്പം അതിനകത്ത് പറയുന്നത് ദൈവത്തിന് തന്നെ ഒരു പുതിയ വ്യാഖ്യാനം കണ്ടുവരുന്നത് എന്താണ്? കെട്ടിവിറ്റ് വില വാങ്ങിയ ഒരപ്പനമ്മ ഞാൻ തന്നെയാണ് എന്നാണ് ദൈവം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ തന്നെ അപ്പച്ചൻ എടുക്കുന്നത്. കെട്ടിവിറ്റ് വില വാങ്ങിയ ഒരപ്പനും അമ്മയും ആണ് ഞാൻ. ഈ ദൈവം എന്ന ജ്ഞാനശരീരം നിർമ്മിക്കപ്പെട്ടത് ആറ്റിലും തോട്ടിലും ചിറക്കെട്ടുകളിലുമൊക്കെ പെട്ടുപോയ അടിച്ചമർത്തപ്പെട്ട അനേകരുടെ അസ്ഥികളിലും തലയോടുകളിൽ നിന്നാണ് ഇത് രൂപം കൊണ്ടത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പച്ചൻ ഒരിക്കൽ പറയുന്നുണ്ട്, എൻ്റെ ശരീരം മുഴുവൻ വെള്ളത്തിൽ ഉപ്പ് പോലെ
അടിമചരിത്രം കലർന്നിരിക്കുന്നതാണ്. ആധ്യാത്മികമായി അടിമചരിത്രം കലർന്നിരിക്കുന്ന, വെള്ളത്തിൽ ഉപ്പ് പോലെ കലർന്നിരിക്കുന്ന ഒരാധ്യാത്മിക ദൈവ വിശ്വാസവും സമ്പ്രദായവും യാതൊരുമായ വ്യവസ്ഥയുമാണ് അപ്പം ചിന്തിക്കുന്നത്. ഇതല്ലേ ബ്രാഹ്മണസത്തിന്റെ ഏറ്റവും എതിരായ ഒരു ആധ്യാത്മികം. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ തത്വചിന്താ ചരിത്രത്തിലെ അബ്രാഹ്മണ ജ്ഞാന പാരമ്പര്യത്തിൽ ബുദ്ധന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും ശക്തമായി ഉയർന്നു വന്ന സ്വതന്ത്രമായ ഒരു ആധ്യാത്മിക ചിന്താ പദ്ധതിയും ദാർശനികതയുമാണ് അപ്പയ്ക്കൻ കൊണ്ടുവന്ന അടിമ വിഷയമെന്ന് മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ദീർഘമായി പോയെന്നറിയാം. അത് പരമാവധി ദീർഘമാക്കാതിരിക്കാനായിട്ട് ഞാൻ എഴുതി കൊണ്ടുവന്നു. പക്ഷേ എന്നിട്ടും അത് ചില ഭാഗത്ത് ഈ കുറിപ്പ് നേരത്തെ തരികയായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരൂടെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും അങ്ങ് നീണ്ടുപോയി. എന്തായാലും എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം.